ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ജിപോർട്ട്. മക്കളെ, നമ്മൾ ആൽഡിഹൈഡ് കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് പൊളിയാണ് ഓർഗാനിക് എന്ന് പറയുന്ന സീരീസിന്റെ ഭാഗമായി പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതിൻ്റെ ആദ്യത്തെ പാർട്ട് ഓൾറെഡി മക്കൾ കണ്ടു, അത് പഠിച്ചു. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഞാൻ കണ്ടു. നിങ്ങൾ സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്ന് എനിക്കറിയാം. ആരെങ്കിലും അത് പഠിക്കാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടു മുന്നേ ആൽക്കഹോളിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഹാലോ ആൽക്കേൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട്. ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പോയി കാണണേ മക്കളെ. ഓർഗാനിക്കിൽ ഫുൾ മാർക്ക് കിട്ടാൻ നമ്മൾ ഈ പൊളിയാണ് ഓർഗാനിക് എന്ന് പറയുന്ന വീഡിയോ സീരീസ് കൃത്യമായി കണ്ട് അതിൽ പറയുന്ന റിയാക്ഷൻസ് ഒക്കെ അടിപൊളിയായിട്ട് പഠിച്ചാൽ മാത്രം മതി. ഓക്കെ, നമുക്കപ്പോൾ ആൽഡിഹൈഡ് കണ്ടിന്യൂ ചെയ്താലോ? യെസ്, ആൽഡിഹൈഡിൽ നമ്മൾ എവിടെയാണ് നിർത്തിയത്? ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺസിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിലാണ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്തത് കഴിഞ്ഞ പാർട്ട് അല്ലേ. അതിൽ നമ്മൾ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ പഠിച്ചു, പിന്നെ അമോണിയയുടെ ഡെറിവേറ്റീവ്സിൻ്റെ അഡീഷൻ റിയാക്ഷൻ പഠിച്ചു, പിന്നെ റിഡക്ഷൻ പഠിച്ചു അല്ലേ. ഏതൊക്കെ റിഡക്ഷൻ പഠിച്ചു? റിഡക്ഷൻ ടു ആൽക്കഹോൾ പഠിച്ചു, റിഡക്ഷൻ ടു ഹൈഡ്രോ കാർബൺസ് പഠിച്ചു. മക്കളെ, റിഡക്ഷൻ ടു ഹൈഡ്രോ കാർബൺസിന് 2 മെത്തേഡ് ഉണ്ടായിരുന്നില്ലേ? ഏതൊക്കെയാ അത്? ഒന്ന് ക്ലെമൻസൻസ് റിഡക്ഷൻ ആണ്, 2 വോൾഫ് കുഷ്നർ റിഡക്ഷനാണ്. പിന്നെ മക്കളെ, നമ്മൾ ആൽഡിഹൈഡിൻ്റെയും കീറ്റോണിൻ്റെയും ഓക്സിഡേഷൻ പഠിച്ചു. ഓർമ്മയുണ്ടോ? ഈ 4 കെമിക്കൽ പ്രോപ്പർട്ടി ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത പ്രോപ്പർട്ടിയിലേക്ക് നമുക്ക് പോവാം. അത് ഹാലോഫോം റിയാക്ഷൻ ആണ്. എന്ത് റിയാക്ഷനാ മക്കളെ? ഹാലോഫോം റിയാക്ഷൻ. ഇതൊന്നും കണ്ട് നിങ്ങൾ ഞെട്ടണ്ട. നിങ്ങൾക്ക് ഈ നോട്ട് കിട്ടുന്ന സമയത്ത് കാര്യങ്ങളൊന്ന് വായിക്കാൻ വേണ്ടി ഞാനിവിടെ എഴുതിയെന്നേ ഉള്ളൂ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ആൽഡിഹൈഡ് അല്ലെങ്കിൽ ഒരു കീറ്റോണ് ഹാലോഫോം റിയാക്ഷൻ ആൻസർ ചെയ്യണമെങ്കിൽ അതിൽ ഏത് ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം? CH3CO ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം. എടാ, ഈ ഒരു ഗ്രൂപ്പുള്ള ആൽഡിഹൈഡ് ആണ് അല്ലെങ്കിൽ കീറ്റോൺ ആണ് ഹാലോഫോം ടെസ്റ്റ് ആൻസർ ചെയ്യുക, അല്ലെങ്കിൽ ആ ആൽഡിഹൈഡിലാണ് അല്ലെങ്കിൽ കീറ്റോണിലാണ് ഹാലോഫോം റിയാക്ഷൻ നടക്കുക. എന്താണെന്നല്ലേ ഞാൻ പറയാം. നോക്കൂ, അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പുള്ള ആൽഡിഹൈഡോ എടുക്കാം, കീറ്റോണോ എടുക്കാം. ഞാനൊരു കീറ്റോൺ എടുക്കുന്നത് നോക്ക്. ഏതാ എൻ്റെ കീറ്റോൺ? അസറ്റോൺ ആണ്. അസറ്റോണിൽ CH3CO, CH3 ഇതാരാടാ? ഇത് പ്രൊപ്പനോണാണ്. പ്രൊപ്പൻ 2 എന്ന് പറയാം, അല്ലെങ്കിൽ സിംപ്ലി പ്രൊപ്പനോൺ എന്ന് പറയാം. ഓക്കെ, ഈ പ്രൊപ്പനോണിനെ ആരുമായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്? ഒന്നെങ്കിൽ ഇങ്ങനെ പറയാം. എങ്ങനെ പറയാം? ഇങ്ങനെ പറയാം. ഒന്നെങ്കിൽ ഹാലോജനും അതേപോലെ തന്നെ NaOHുമായിട്ട് ട്രീറ്റ് ചെയ്യാണെന്ന് പറയാം. അല്ലെങ്കിൽ ഒറ്റയടിക്ക് സോഡിയം ഹൈപ്പോ ഹാലൈറ്റുമായി ട്രീറ്റ് ചെയ്യാന്ന് പറയാം. NaOX എന്നാണ് കൊടുക്കേണ്ടത്. അതാണ് സോഡിയം ഹൈപ്പോ ഹാലൈറ്റ്. ആ എക്സിൻ്റെ സ്ഥാനത്ത് തൽക്കാലത്ത് ഞാൻ I കൊടുക്കുകയാണ്, അയോഡിൻ. ഇതെങ്ങനെയാണ് കിട്ടുക? NaOHനെ അയോഡിനുമായി ട്രീറ്റ് ചെയ്താൽ NaOI കിട്ടും. NaOHനെ ക്ലോറിനുമായി ട്രീറ്റ് ചെയ്താലോ NaOCl കിട്ടും. ഇതിനെ ബേസിക്കലി നമ്മൾ എന്താ വിളിക്കുക? സോഡിയം ഹൈപ്പോ ഹാലൈറ്റ് എന്നാ പറയാ. അവിടെ ക്ലോറൈഡ് ആണ്, അത് അയോഡൈഡ് ആവാം, ബ്രോമൈഡ് ആവാം, ഹാലോജൻ ഏത് വേണമെങ്കിലും ആവാം. എന്താ സംഭവിക്കാന്നറിയോടാ നിങ്ങൾക്ക്? എന്താ സംഭവിക്കാന്നറിയോ? ഇവിടെ ഇപ്പൊ എത്ര കാർബൺ ആറ്റം ഉണ്ട്? ഇവിടെ ഇപ്പം 3 കാർബൺ ആറ്റം ഉണ്ട്. ഇവിടെ ഇപ്പം നമ്മൾ ഏത് ഹാലോജൻ എടുത്തത്? അയോഡിൻ അല്ലേ. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹാലോഫോം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ CH3 ഉണ്ടാവും. ഇതാരാന്നറിയോടാ? ഇത് അയോഡോഫോം ആണ്. ഇനി CHCl3 ആണെങ്കിലോ അത് ക്ലോറോഫോം ആണ്, അയോഡോഫോം. ഗോട്ട് ഇറ്റ്. ഇനി മക്കളെ, ഇതിൻ്റെ ബൈ പ്രൊഡക്റ്റ് എന്താ? ഒരു കാർബണോടെ പോയി, ഇനി 2 കാർബൺ ഇല്ലേ? അതിൻ്റെ ആസിഡിൻ്റെ സാൾട്ട് ഉണ്ടാവുക CH3COONA. ഗോട്ട് ഇറ്റ്. ഇനി വേറൊരു കാര്യം വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യുന്നത് നല്ലതാണ്. ഈ പറയുന്ന അയോഡോഫോമിന് യെല്ലോ കളറാണുള്ളത്, അല്ലെങ്കിൽ അവിടെ ഒരു യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അത് അയോഡോഫോം ആണ് എന്ന് മക്കൾക്ക് മനസ്സിലാക്കാം. അപ്പം മക്കളെ, ഞാൻ ഒരു ചെറിയൊരു കാര്യം പറയുന്നുള്ളൂ. ഇത് എക്സാമിന് ആവശ്യമുള്ളതാടാ. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. ഒരു ആൽഡിഹൈഡ് അല്ലെങ്കിൽ ഒരു കീറ്റോണ് ഹാലോഫോം റിയാക്ഷൻ ആൻസർ ചെയ്യണമെങ്കിൽ അതിൽ ഏത് ഗ്രൂപ്പാണ് വേണ്ടത്? അതിൽ CH3CO ഗ്രൂപ്പ്. ഓക്കെ,
ഇവിടെ CH3CHOH ഉണ്ടെങ്കിലും ഹാലോഫോം ടെസ്റ്റ് ആൻസർ ചെയ്യും. പക്ഷെ അത് ആൽക്കഹോളാ, അതുകൊണ്ട് അത് പറയാത്തത്. നമ്മൾ ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ അല്ലേ പഠിക്കുന്നത്. അപ്പൊ CH3CO ഗ്രൂപ്പ് ഉണ്ടെങ്കിലേ അവിടെ ഹാലോഫോം റിയാക്ഷൻ നടക്കുള്ളൂ. ആ ഗ്രൂപ്പുള്ള ആൽഡിഹൈഡിനെ അല്ലെങ്കിൽ കീറ്റോണിനെ ആരുമായിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? ഹാലോജനും NaOHുമായിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ എങ്ങനെ പറയാം? NaOXുമായിട്ടാണ് ട്രീറ്റ് ചെയ്യുക. സോഡിയം ഹൈപ്പോ ഹാലൈറ്റുമായിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അപ്പൊ ഏത് ഹാലോജൻ ആണോ നിങ്ങൾ എടുത്തത് അതിന്റെ കറസ്പോണ്ടിങ് ഹാലോഫോം ഉണ്ടാവുന്ന റിയാക്ഷന്റെ പേരാണ് ഹാലോഫോം റിയാക്ഷൻ. അപ്പൊ മക്കളെ, ഒരു എക്സാമ്പിൾ നിങ്ങൾ അറിയണം. ഇത് നിങ്ങൾ നോട്ട് ചെയ്യുന്നത് നല്ലതാണ്. ഇത് അയോഡോഫോം കിട്ടുന്ന റിയാക്ഷൻ ആണ്. അയോഡോഫോം കിട്ടുന്ന റിയാക്ഷൻ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അയോഡോഫോം കിട്ടുന്ന റിയാക്ഷൻ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് നീറ്റായിട്ട് മക്കൾ ഇത് പഠിക്കേണ്ടതുണ്ട്, എഴുതേണ്ടതുണ്ട്, എഴുതിയെടുക്കേണ്ടതുണ്ട്. ഗോട്ട് ഇറ്റ്? ഹാലോഫോം റിയാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആ. ക്ലമൻസൻസ് പോലെ, വോൾഫ് കൃഷ്ണർ പോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഹാലോഫോം റിയാക്ഷൻ. ഗോട്ട് ഇറ്റ്? അപ്പോൾ ഈ ഗ്രൂപ്പ് വേണമെന്നറിയുക. ഇതുമായിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സോഡിയം ഹൈപ്പോ ഹാലൈറ്റുമായിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പൊ കറസ്പോണ്ടിങ് ഹാലോഫോം ഉണ്ടാവും. ദാറ്റ് ഈസ് കോൾഡ് ഹാലോഫോം റിയാക്ഷൻ. അത്രയേ ഉള്ളൂ. അടുത്ത പോയിന്റിലേക്ക് പോവാം. അത് അൽഡോൾ കണ്ടൻസേഷൻ ആണ്. എന്താ അൽഡോൾ കണ്ടൻസേഷൻ എന്നറിയണം? സിമ്പിളാ, നന്നായി ശ്രദ്ധിച്ചോ. നോക്ക്, ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. നോട്ടൊക്കെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, എന്നാലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താടാ അൽഡോൾ കണ്ടൻസേഷന്? രണ്ട് ആവശ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിലേ ആൽഡോൾ കണ്ടൻസേഷൻ നടക്കുള്ളൂ. എന്താണെന്നറിയോ? നമ്മളെടുത്തിരിക്കുന്ന ആൽഡിഹൈഡില് ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉണ്ടാവണം. എന്താടാ ഉണ്ടാവേണ്ടത്? ആൽഫ ഹൈഡ്രജൻ. ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉള്ള ആൽഡിഹൈഡാണ് അല്ലെങ്കിൽ കീറ്റോൺ ആണ് മക്കളെ നമ്മൾ എടുക്കേണ്ടത്. അതിന് ആരുമായിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? ഡൈല്യൂട്ട് ആൽക്കലിയുമായിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ആരുമായിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? ഡൈല്യൂട്ട് ആൽക്കലിയുമായിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഗോട്ട് ഇറ്റ്? ഈ കണ്ടീഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, അത് മറന്നു കളയരുത്. ഓർഗാനിക്കൽ കണ്ടീഷൻസിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോ. നോക്ക്, ഞാൻ ആൽഫ ഹൈഡ്രജൻ ഉള്ള ഒരു ആൽഡിഹൈഡ് എടുക്കുക. ഏതാ എടുക്കുന്നത്? CH3 CHO CH3CHO എന്ന് പറഞ്ഞാൽ CH3C ഡബിൾ ബോണ്ട് H ഇങ്ങനെ എഴുതിക്കൂടെ? ഇതെന്താ സംഭവം? ഇത് CH3CHO ആണ്. ഓക്കെ, ഇതേപോലെ ഒന്നുകൂടെ ഞാൻ എടുക്കുകയാണടാ. എന്താ? CH3CHO. രണ്ട് ആൽഡിഹൈഡുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഏത് ആൽഡിഹൈഡാണ് ഞാൻ എടുത്തത്? എത്തനാളാണ് എടുത്തത്, അഥവാ അസറ്റാൽഡിഹൈഡാണ് എടുത്തത്. ഇവരുടെ പേര് എത്തനാൾ എന്നാണ്, അഥവാ അസറ്റാൽഡിഹൈഡാണ് എന്ന് ഞാൻ പറയേണ്ട കാര്യമുണ്ടോടാ? ഇല്ല. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്. നോക്ക്, നിങ്ങൾ ഈ CHO ആണല്ലോ ഫങ്ഷണൽ ഗ്രൂപ്പ്, അതിൻ്റെ തൊട്ടടുത്തുള്ള കാർബൺ ആറ്റം ആണല്ലോ ആൽഫ. ആൽഫയുടെ കൂടെയുള്ള ഹൈഡ്രജൻ ആണല്ലോ ആൽഫ ഹൈഡ്രജൻ ആണ്. അപ്പോൾ ആൽഫ ഹൈഡ്രജൻ ഇവിടെയുണ്ട്, ഇവിടെയും അങ്ങനെ തന്നെയല്ലേ? ആൽഫ ഹൈഡ്രജൻ ആറ്റം അവിടെയുണ്ട്. അപ്പോൾ ആൽഫ ഹൈഡ്രജൻ ഉള്ള ആൽഡിഹൈഡാ മക്കളെ നമ്മൾ എടുത്തത്. ഇനി നിങ്ങൾ പറഞ്ഞേ, അതിനെ നമ്മൾ ആരുമായിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? ഡൈല്യൂട്ട് NaOHുമായിട്ട്, ഡൈല്യൂട്ട് ആൽക്കലിയുമായിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഞാൻ ഇവിടെ ഡൈല്യൂട്ട് NaOH എടുക്കുന്നുണ്ട്. മനസ്സിലായോടാ? അപ്പോൾ എന്താ കണ്ടീഷൻ ഒന്ന് പറഞ്ഞേ നിങ്ങൾ. ഒന്ന് കണ്ടീഷൻ പറയാൻ ശ്രമിക്ക്. അതായത് ആൽഫ ഹൈഡ്രജൻ ആറ്റമുള്ള ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ, അതിനെ നിങ്ങൾ ഡൈല്യൂട്ട് ആൽക്കലിയുമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്താ സംഭവിക്കുന്നത് ഞാൻ പറയട്ടെ? നന്നായി ശ്രദ്ധിച്ചോട്ടടാ, നന്നായി ശ്രദ്ധിച്ചോ. ഇവിടെ ഈ കാർബണിന്റെ കൂടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 എണ്ണം. അതിലൊരു ഹൈഡ്രജൻ ഈ ഓക്സിജന്റെ അടുത്തേക്ക് വരും. ഇവിടെയുള്ള 3 ഹൈഡ്രജനിൽ ഒരു ഹൈഡ്രജൻ ഈ ഓക്സിജന്റെ അടുത്തേക്ക് വരും. അപ്പൊ മക്കളെ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു പറഞ്ഞേ, ഈ CH3ക്ക് എന്തോ വ്യത്യാസം ഉണ്ടാവോ? ഒരു വ്യത്യാസവും ഉണ്ടാവില്ല. സിംഗിൾ ബോണ്ട് മക്കളെ, സിംഗിൾ ബോണ്ട് ഒന്ന് നോക്കണേ. ഇതിന്റെ താഴേക്ക് എന്താ? ഡബിൾ ബോണ്ട് O എന്നല്ലേ? ഈ ഓക്സിജന് H കിട്ടും, കാരണം ഒരു H അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഡബിൾ പാടുണ്ടോ? പാടില്ല. അവിടെ സിംഗിൾ ബോണ്ട് OH എന്നാണ് ഉണ്ടാവുക. ഇവിടെ എന്താ ഉള്ളത്? ഈ കാർബണിന്റെ കൂടെ H ഉണ്ട്, ഈ കാർബണിന്റെ കൂടെ H. ഞാനൊരു കാര്യം ചോദിക്കട്ടെ,
ഈ ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആയ സമയത്ത് ഓക്സിജന് പ്രശ്നമില്ല, കാരണം ഒരു ഹൈഡ്രജനെ കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഈ കാർബണിനൊരു ബോണ്ട് കുറഞ്ഞില്ലേ? കുറഞ്ഞു. അതേസമയം ഈ കാർബണിൽ നിന്ന് ഒരു എച്ച് പോയാൽ ആ കാർബണിന് ഒരു ബോണ്ട് കുറയില്ലേ? കുറയും. അപ്പൊ ഇയാൾക്കൊരു ബോണ്ട് കുറഞ്ഞു, ഇയാൾക്കൊരു ബോണ്ട് കുറഞ്ഞു. അത് ബാലൻസ് ചെയ്യാൻ അവർക്കിടയിൽ ഒരു ബോണ്ട് അങ്ങ് ഉണ്ടാക്കിയാൽ പോരെ? മതി. അപ്പൊ നോക്കണേ, ഇയാൾ നേരെ ഈ കാർബണുമായിട്ട് ബോണ്ട് ഉണ്ടാക്കും. ഈ കാർബണിന്റെ കൂടെ 3 ഹൈഡ്രജൻ ഉണ്ടായിരുന്നു, ഇനിയുണ്ടോ? ഇല്ല, ഇനി 2 ഉള്ളൂ, CH2. പിന്നെന്താ ഉള്ളത്? CHO. ഗോട്ട് ഇറ്റ്? അതാണ് അവിടെ കിട്ടുന്ന പ്രോഡക്റ്റ്. ഇനി മക്കളെ, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. അത് മറ്റൊന്നുമല്ല, ഇവിടെ കിട്ടിയ പ്രൊഡക്റ്റ് എന്താ? നോക്ക് നിങ്ങൾ, ഇതാണല്ലോ മെയിൻ ഫംഗ്ഷൻ ഗ്രൂപ്പ് ആൽഡിഹൈഡ്. ഇത് ആൽഫ, ഇത് ബീറ്റ. ഓക്കെ ആണല്ലോടാ? ആ ബീറ്റ കാർബണിൽ OH ഉണ്ട്. അപ്പൊ അതിനെ നമുക്ക് ബീറ്റ ഹൈഡ്രോക്സി എന്ന് വിളിക്കാം. ബീറ്റ ഹൈഡ്രോക്സി. അയാളെ മാറ്റിയാൽ പിന്നെ ആരാ? അതൊരു ആൽഡിഹൈഡാണ്. ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ് അവിടെ ഉണ്ടാവും. ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ് അവിടെ ഉണ്ടാവും. എന്താ സർ അതിന് പ്രത്യേകത? അതിന് പ്രത്യേകതയുണ്ട്. അതിനെയാണ് നമ്മൾ അൽഡോൾ എന്ന് വിളിക്കുന്നത്. എന്താടാ വിളിക്കുക? അൽഡോൾ. സർ, ഇതിപ്പോ നമ്മൾ ആൽഡിഹൈഡ് എടുത്തതുകൊണ്ടല്ലേ അൽഡോള് കിട്ടിയത്. അതിന് പകരം നമ്മൾ കീറ്റോൺ ആണ് എടുക്കുന്നതെങ്കിലോ അപ്പൊ കീറ്റോൾ ആണ് കിട്ടുക. നമ്മുടെ എക്സാമിന് അൽഡോളിന്റെ കാര്യമാണ് ചോദിക്കുക കേട്ടോ. അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്? ആൽഫ ഹൈഡ്രജൻ ആറ്റമുള്ള ആൽഡിഹൈഡിനെ ഡൈല്യൂട്ട് ആൽക്കലിയുമായി ട്രീറ്റ് ചെയ്തപ്പോ അൽഡോൾ ഉണ്ടായി. ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ് ഉണ്ടായി. ഇനി എന്താ ചെയ്യുന്നതെന്ന് അറിയോ? നന്നായിട്ട് ശ്രദ്ധിച്ചോ. ആ അൽഡോളിനെ നമ്മൾ ഹീറ്റ് ചെയ്യുകയാണ്. അൽഡോളിനെ ഹീറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? പറഞ്ഞേ. അൽഡോളിനെ ഹീറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? പറഞ്ഞേ. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻ്റ്. ഒന്നുമില്ല, നിങ്ങൾക്ക് തന്നെ പറയാവുന്നതേ ഉള്ളൂ. ഈ OH ഇവിടെയുള്ള ഈ കാർബണിൽ നിന്ന് എന്ത് ചെയ്യും? എച്ചുമായിട്ട് കമ്പൈൻ ചെയ്ത് വാട്ടർ പുറത്തേക്ക് പോവും. അങ്ങനെ വാട്ടർ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന പ്രോഡക്റ്റ് ഏതാടാ? ഒന്ന് പറയാൻ ശ്രമിച്ചേ നിങ്ങൾ. ഈ കാർബണിന് OH പോയി, ഈ കാർബണിന് H പോയി. അപ്പൊ അവർക്കിടയിലുള്ള സിംഗിള് ഡബിൾ ആയിട്ട് മാറും. CH3 CH ഡബിൾ ബോണ്ട്, CH സിംഗിൾ ബോണ്ട്, CHO. ഗോട്ട് ഇറ്റ്? ഇനി ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്. ഇതെന്താ സാധനം? ഇത് ഫംഗ്ഷൻ ലൂപ്പ്. ഇത് ആൽഫ, ഇത് ബീറ്റ. ഓക്കെ, ആൽഫയുടെയും ബീറ്റയുടെയും ഇടയിൽ ഡബിൾ ബോണ്ട് ഉണ്ട്, അഥവാ അൺസാച്ചുറേഷൻ ഉണ്ട്. ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ്. ആൽഡിഹൈഡ് ആണ് അവിടെ ഉണ്ടാവുന്നത്. ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ് ആണ് അവിടെ ഉണ്ടാവുന്നത്. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് അൽഡോൾ കണ്ടൻസേഷൻ. അപ്പൊ മക്കളെ, ഒരു ചെറിയ കാര്യം നിങ്ങളോട് ചോദിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വിഷമോ ഇല്ലല്ലോ? ഒന്നുമില്ല. എന്താണ് അൽഡോൾ കണ്ടൻസേഷൻ? പറ. ഒന്നുമില്ല. ആൽഫ ഹൈഡ്രജൻ ആറ്റമുള്ള ആൽഡിഹൈഡ് നമ്മൾ എടുക്കണം. അതിനെ ഡൈല്യൂട്ട് ആൽക്കലി, ഡൈല്യൂട്ട് NaOHുമായി ട്രീറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് അൽഡോൾ. മക്കളെ, അപ്പൊ നമുക്ക് കിട്ടുന്നത് എന്താ? അപ്പൊ നമുക്ക് കിട്ടുന്നത് അൽഡോൾ. ആ അൽഡോളിനെ നമ്മൾ നന്നായിട്ട് ഹീറ്റ് ചെയ്യുക. അപ്പൊ എന്താടാ സംഭവിക്കുക? അപ്പൊ നമുക്ക് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ് കിട്ടും. എങ്ങനെ? വാട്ടർ റിമൂവ് ചെയ്തിട്ട്. ഈ പ്രോസസ്സിനെയാണ് അൽഡോൾ കണ്ടൻസേഷൻ എന്ന് നമ്മൾ വിളിക്കുക. എന്താടാ വിളിക്കുക? അൽഡോൾ കണ്ടൻസേഷൻ. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ ഈ അൽഡോൾ കണ്ടൻസേഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ റിയാക്ഷൻ ഒന്ന് എഴുതി നോക്കണേ. യെസ്. ഇനി ഇവിടെ ഞാൻ എന്താ എടുത്തത്? എത്തനാൾ. ഈ ആൽഡിഹൈഡ് എന്താ? അതും എത്തനാൾ. രണ്ടും സെയിം ആൽഡിഹൈഡ് അല്ലേ? രണ്ടും സെയിം ആൽഡിഹൈഡാ. ഇനി ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സെയിം ആൽഡിഹൈഡ് അല്ല, നമ്മൾ ഡിഫറെന്റ് ആൽഡിഹൈഡ് എടുത്തതെങ്കിലോ ഇതേ സംഭവം തന്നെയാണ് സംഭവിക്കുക. ഒരു ആൽഡിഹൈഡിന്റെ കാർബോണൈൽ ഗ്രൂപ്പിലുള്ള
ഓക്സിജന്റെ അടുത്തേക്ക് തൊട്ടടുത്തുള്ള ആൽഡിഹൈഡിലുള്ള ആൽഫ ഹൈഡ്രജൻ വന്ന് ബോണ്ട് ഉണ്ടാക്കും, എന്നിട്ട് അവരങ്ങ് കണക്ട് ചെയ്യും. അതാ സംഭവിക്കുക. പക്ഷെ ഡിഫറൻറ്റ് ആൽഡിഹൈഡ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആ പ്രോസസ്സിനെ നമ്മൾ അൽഡോൾ കണ്ടൻസേഷൻ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ക്രോസ് അൽഡോൾ കണ്ടൻസേഷൻ എന്നാ പറയാ. എന്താണ് ക്രോസ് അൽഡോൾ കണ്ടൻസേഷൻ? ഒന്നുമില്ല. ഈ ക്രോസ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ എന്താ പറയാ, കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യമില്ല. നമ്മൾ ഡിഫറൻറ്റ് ആൽഡിഹൈഡ് ആണ് അല്ലെങ്കിൽ ഡിഫറൻറ്റ് കീറ്റോൺ ആണ് എടുക്കുക എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടെ സെയിം ആൽഡിഹൈഡ് എടുത്താൽ അവിടെ നടക്കുന്ന ഈ കംപ്ലീറ്റ് പ്രോസസ്സ് അൽഡോൾ കണ്ടൻസേഷൻ ആണ്. ഡിഫറൻറ്റ് ആൽഡിഹൈഡ് എടുക്കുന്നതെങ്കിൽ അത് ക്രോസ് അൽഡോൾ കണ്ടൻസേഷൻ ആണ് എന്ന കാര്യം മനസ്സിലാക്കുക. ഡിഫറൻറ്റ് ആണെങ്കിൽ ക്രോസ് അൽഡോൾ കണ്ടൻസേഷനാ. ഗോട്ട് ഇറ്റ്? യെസ്. അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട 2 റിയാക്ഷൻസ് ഇവിടെ പഠിച്ചു. ഏതൊക്കെയാടാ? ഒന്ന് ഹാലോഫോം ആണ്, 2 അൽഡോൾ കണ്ടൻസേഷനാ. ഇതേപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു റിയാക്ഷൻ ഉണ്ട്. അതേതാണെന്നറിയോ? അത് കാനിസാറോ റിയാക്ഷനാ. എന്താണ് കാനിസാറോ റിയാക്ഷൻ? ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എന്താ കാനിസാറോ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ? നിങ്ങൾ അൽഡോൾ കണ്ടൻസേഷൻ പറഞ്ഞില്ലടാ, അവിടെ നമ്മൾ 2 കണ്ടീഷൻ എഴുതിയില്ലേ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കണ്ടീഷനാണ് ഇവിടെ. അത് അങ്ങനെ കണ്ടീഷൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട് ഓർഗാനിക്കിൽ. ഞാൻ പറയാം. നമ്മൾ അവിടെ എന്താ പറഞ്ഞത്? ആൽഫ ഹൈഡ്രജൻ ആറ്റമുള്ള ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ എന്നല്ലേ? എന്നാൽ ഇവിടെ ആൽഫ ഹൈഡ്രജൻ ഉണ്ടാവാൻ പാടില്ല. അവിടെ ആൽഫ ഹൈഡ്രജൻ ഉണ്ടായേ പറ്റൂ. എന്നാൽ കാനിസാറോ റിയാക്ഷനിൽ ആൽഫ ഹൈഡ്രജൻ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയുള്ള ആൽഡിഹൈഡിനെ എടുക്കേണ്ടത്. അവിടെ നമ്മൾ ഡൈല്യൂട്ട് ആൽക്കലി എടുത്തത്. ഇവിടെ അത് പോരാ. ഇവിടെ കോൺസെൻട്രേറ്റഡ് ആൽക്കലി തന്നെ എടുക്കണം. കോൺസെൻട്രേറ്റഡ് ആൽക്കലി തന്നെ എടുക്കണം. ആ ഡിഫറൻസ് മനസ്സിലായോടാ? ആ കണ്ടീഷനിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? നമ്മൾ എന്താ ചെയ്യുന്നത്? ആൽഫ ഹൈഡ്രജൻ ആറ്റം ഇല്ലാത്ത ആൽഡിഹൈഡാ ഇവിടെ എടുക്കുക. ഇവിടെ നമ്മൾ ഡൈല്യൂട്ട് ആൽക്കലിയുമായിട്ടല്ല, കോൺസെൻട്രേറ്റഡ് ആൽക്കലിയുമായി ട്രീറ്റ് ചെയ്യുക. ഓക്കെ. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, ആൽഫ ഹൈഡ്രജൻ ആറ്റം ഇല്ലാത്ത ആൽഡിഹൈഡിന്റെ എക്സാമ്പിൾ എന്താ? നോക്ക്. ഫോർമാൽഡിഹൈഡ് അതിന്റെ എക്സാമ്പിൾ ആണ്. ബെൻസാൽഡിഹൈഡ് അതിന്റെ എക്സാമ്പിൾ ആണ്. ഇവിടെ നോക്ക്, മറ്റൊരു ആൽഡിഹൈഡ് കൊടുത്തിട്ടുണ്ട്, ആൽഫ ഹൈഡ്രജൻ. നോക്ക്, CHOന്റെ തൊട്ട് മുന്നേ ഒരു കാർബൺ വേണ്ടേ? ഇവിടെ കാർബൺ ഇല്ല. ഇനി നോക്ക്, ഈ CHOന്റെ തൊട്ട് മുന്നേ ഒരു കാർബൺ ഉണ്ട്, പക്ഷെ അതിൽ എന്തില്ല? ഹൈഡ്രജൻ ഇല്ല. എന്താ ബെൻസാൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ? എന്താ ബെൻസാൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ? ഇതല്ലടാ ബെൻസാൽഡിഹൈഡ്, CHO. ഓക്കെ. ഈ കാർബൺ ഇതാണല്ലോ ഫങ്ഷൻ ഗ്രൂപ്പ്. അതിന്റെ തൊട്ടടുത്തുള്ള കാർബൺ ഈ കാർബൺ അല്ലേ? അതിന്റെ കൂടെ ഹൈഡ്രജൻ ഇല്ലല്ലോ. ആ ഹൈഡ്രജനെ മാറ്റിയിട്ടല്ലേ CHO വന്നത്? യെസ്. അപ്പൊ അവിടെ ആൽഫ ഹൈഡ്രജൻ ഇല്ല. ഇനി ഇവിടെ നോക്ക് നിങ്ങൾ, ഇതാണല്ലോ ഫങ്ഷൻ ഗ്രൂപ്പ്. തൊട്ടടുത്തുള്ളത് ഈ കാർബണാ. ആ കാർബണിന്റെ കൂടെ 3 ക്ലോറിനാ ഉള്ളത്, ഹൈഡ്രജൻ ഇല്ല. അങ്ങനെ ആൽഫ ഹൈഡ്രജൻ ആറ്റം ഇല്ലാത്ത ആൽഡിഹൈഡിനെ മക്കളെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? കോൺസെൻട്രേറ്റഡ് ആൽക്കലിയുമായി ട്രീറ്റ് ചെയ്യണം. അപ്പൊ എന്താ സംഭവിക്കുകയെന്നറിയോ? ഒരേ സമയം അവിടെ ഓക്സിഡേഷനും റിഡക്ഷനും നടക്കും. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കാനിസാറോ റിയാക്ഷൻ. ഞാൻ പറഞ്ഞു തരാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഫോർമാൽഡിഹൈഡ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. നോക്ക്, 2 ഫോർമാൽഡിഹൈഡ് ഞാൻ എടുത്തു. ഇതാരാടാ? ഫോർമാൽഡിഹൈഡ് ആണ്. ഈ ഫോർമാൽഡിഹൈഡിനെ ആരുമായിട്ടാണ് ഞാൻ ട്രീറ്റ് ചെയ്യേണ്ടത്? കോൺസെൻട്രേറ്റഡ് ആൽക്കലി. കോൺസെൻട്രേറ്റഡ് NaOH എടുക്കാം, അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് KOH എടുക്കാം. ഒരു ആൽഫ ഹൈഡ്രജൻ ആറ്റം ഇല്ലാത്ത ആൽഡിഹൈഡിനെ കോൺസെൻട്രേറ്റഡ് ആൽക്കലിയുമായി ട്രീറ്റ് ചെയ്യുക. അപ്പൊ ഇവിടെ 2 ഫോർമാൽഡിഹൈഡ് ഇല്ലേ? ഒരാൾ ഓക്സിഡൈസ് ചെയ്യും, ഒരാൾ റെഡ്യൂസ് ചെയ്യും. ആ റെഡ്യൂസ് ചെയ്താൽ എന്താ ഉണ്ടാവുക? ആൽഡിഹൈഡ് റെഡ്യൂസ് ചെയ്താൽ എന്താ ഉണ്ടാവുക? പ്രൈമറി ആൽക്കഹോൾ. ഇവിടെ എത്ര കാർബൺ ഉണ്ട്? ഒരു കാർബൺ ഉള്ള പ്രൈമറി ആൽക്കഹോൾ ഏതാടാ? അത് മെത്തനോൾ ആണ്. അതാരാണ്? മെത്തനോൾ ആണ്, ആൽക്കഹോൾ ആണ്. ഇനി ആൽഡിഹൈഡ് ഓക്സിഡൈസ് ചെയ്താൽ എന്താ ഉണ്ടാവുക? സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റുള്ള ആസിഡ്. ഒരു കാർബൺ ആറ്റുള്ള ആസിഡ് ഏതാ? അത് ഫോർമിക് ആസിഡ്, HCOO
എച്ച് എന്നാണ് വരേണ്ടത്. പക്ഷേ ഇവിടെ NA ഉള്ളതുകൊണ്ട് അതിൻ്റെ സാൾട്ടാണ് ഉണ്ടാവുക, HCOONA. ഗോട്ട് ഇറ്റ്? ഇനി പറയുന്ന സമയത്ത് നമ്മൾ ഇത് ആസിഡും ആൽക്കഹോളും ഉണ്ടാവുക എന്നാ പറയാ. പക്ഷെ ഇയാളെ പേര് സോഡിയം സാൾട്ട് ഓഫ് ഫോർമിക് ആസിഡ് ആണ്. സോഡിയം മെത്തനോയേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അല്ലെങ്കിൽ സോഡിയം സാൾട്ട് ഓഫ്, അങ്ങനെ എഴുതാം, സോഡിയം സാൾട്ട് ഓഫ് ഫോർമിക് ആസിഡ്. ഫോർമിക് ആസിഡിൻ്റെ സോഡിയം സാൾട്ടാണ് കിട്ടിയത്. ബേസിക്കലി പറഞ്ഞാൽ എന്താണെന്നറിയോ, ആൽഫ ഹൈഡ്രജൻ ആറ്റം ഇല്ലാത്ത ആൽഡിഹൈഡിനെ കോൺസെൻട്രേറ്റഡ് ആൽക്കലിയുമായി ട്രീറ്റ് ചെയ്താൽ ഇയാൾ ഒരേ സമയം ഓക്സിഡൈസ് ചെയ്ത് ആസിഡും റെഡ്യൂസ് ചെയ്ത് പ്രൈമറി ആൽക്കഹോളും ഉണ്ടാവുമെന്നാണ് പറയുക. ആസിഡ് അല്ല, അതിൻ്റെ സാൾട്ടാണ് ഉണ്ടായതെങ്കിലും പറയുമ്പോൾ ഓക്സിഡേഷനും റിഡക്ഷനും നടന്ന് ആസിഡും പ്രൈമറി ആൽക്കഹോളും ഉണ്ടായി എന്നാ പറയാ. ഇനി മക്കളെ, കഴിഞ്ഞ വർഷം റെഡോക്സിൽ നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ട്. എന്താ? ഒരേ സമയം ഒരേ ആൾക്ക് ഓക്സിഡേഷനും റിഡക്ഷനും സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ ആണ്. എന്ത് റിയാക്ഷനാ മക്കളെ? ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ ആണ്. അപ്പൊ കാനിസാറോ റിയാക്ഷൻ ഒരു ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷന്റെ എക്സാമ്പിൾ ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. ഒരു കുഴപ്പമില്ല. ഗോട്ട് ഇറ്റ്? അപ്പൊ ഇതെന്താടാ? കാനിസാറോ റിയാക്ഷൻ. അപ്പൊ ഈ കണ്ടീഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ആൽഫ ഹൈഡ്രജൻ ആറ്റം ഇല്ലാത്ത ആൽഡിഹൈഡിനെ അല്ലെങ്കിൽ കീറ്റോണിനെ നമ്മൾ എന്താ ചെയ്യുന്നത്? കോൺസെൻട്രേറ്റഡ് ആൽക്കലിയുമായി ട്രീറ്റ് ചെയ്യുമ്പോൾ ഒരേ സമയം കീറ്റോൺ ഇല്ല, ആൽഡിഹൈഡ് ആണ്, ഒരേ സമയം ഓക്സിഡൈസ് ചെയ്തിട്ട് ആസിഡും റെഡ്യൂസ് ചെയ്തിട്ട് പ്രൈമറി ആൽക്കഹോളും ഉണ്ടാവും. ദിസ് ഈസ് കോൾഡ് കാനിസാറോ റിയാക്ഷൻ. അപ്പോൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 റിയാക്ഷൻസ് പഠിച്ചു. ഹാലോഫോം റിയാക്ഷൻ പഠിച്ചു, ആൽഡോൾ കണ്ടൻസേഷൻ പഠിച്ചു, കാനിസാറോ റിയാക്ഷൻ പഠിച്ചു. റെഡി അല്ലടാ? ഓരോന്നും നോട്ട് ചെയ്ത് വെക്കണേ. ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്നതാണ്, വിട്ടുകളയേണ്ടതല്ല. ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്നതാണ്. അടുത്തതിലേക്ക് പോവാം. എന്താടാ? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഇവിടെ ചെറിയൊരു കാര്യമേ എനിക്ക് പറയാനുള്ളൂ, വളരെ വളരെ ചെറിയൊരു കാര്യം പറയാനുള്ളൂ. എന്താണെന്നറിയോ, നമ്മൾ ഹാലോ ആൽക്കെയിൻ ആവട്ടെ ആൽക്കഹോൾ ആവട്ടെ അവിടെയൊക്കെ പഠിച്ചത് എന്താ? അവർ ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ് എന്നാണ് പഠിച്ചത്. അതുകൊണ്ട് തന്നെ ഓർത്തോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്റ്റ് നമുക്ക് കിട്ടിയിരുന്നു, ഓർത്തോ ആൻഡ് പാരാ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്റ്റ് നമുക്ക് കിട്ടിയിരുന്നു. എന്നാൽ ആൽഡിഹൈഡും കീറ്റോണും എന്താണെന്നറിയോ? ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് അല്ല, മറിച്ച് മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടത്തിയാൽ ഹാലജനേഷൻ ആവട്ടെ, നൈട്രേഷൻ ആവട്ടെ, സൾഫോണേഷൻ ആവട്ടെ, നമുക്ക് ഓർത്തോയിലും പാരയിലും അല്ല സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടുക, മറിച്ച് മെറ്റയിലാണ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. നോക്ക് നിങ്ങൾ, ഞാൻ ഫോർ എക്സാമ്പിൾ ബെൻസാൾഡിഹൈഡ് എടുക്കുകയാണ്. ബെൻസാൾഡിഹൈഡ് എടുത്തു. ഇതാരാടാ? ബെൻസാൾഡിഹൈഡ് ആണ്. ആരാണ്? ബെൻസാൾഡിഹൈഡ്. ഈ ബെൻസാൾഡിഹൈഡിനെ നമ്മൾ നൈട്രേഷനാണ് നടത്തുന്നത്. എന്താണ് നൈട്രേഷൻ എന്ന് പറഞ്ഞാൽ? നൈട്രേഷൻ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡും അതേപോലെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡും ആഡ് ചെയ്യുന്നതാണ് നൈട്രേഷൻ. കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ആൻഡ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. അപ്പം എന്താ സംഭവിക്കുക? ഒരേ ഒരു പ്രോഡക്റ്റേ ഉണ്ടാവുള്ളൂ. റിയാക്റ്റൻ്റ് ഒരു തവണ എഴുത്. ഇവിടെ എന്താണ്? CHO, ബെൻസാൾഡിഹൈഡ്. അതിൻ്റെ മെറ്റാ പൊസിഷനിൽ NO2 കൊടുത്താൽ മതി. മെറ്റാ നൈട്രോ ബെൻസാൾഡിഹൈഡ്. എന്താടാ? മെറ്റാ നൈട്രോ ബെൻസാൾഡിഹൈഡ്. ആ കിട്ടിയ പ്രോഡക്റ്റിന്റെ പേരെന്താണ്? മെറ്റാ നൈട്രോ ബെൻസാൾഡിഹൈഡ്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. മെറ്റാ നൈട്രോ ബെൻസാൾഡിഹൈഡ്. ഓക്കെ, യെസ്. അപ്പോൾ ബെൻസാൾഡിഹൈഡിനെ നൈട്രേഷൻ നടത്തി കഴിഞ്ഞാൽ മെറ്റാ നൈട്രോ ബെൻസാൾഡിഹൈഡ് ആണ് കിട്ടുക. മെറ്റാ നൈട്രോ ബെൻസാൾഡിഹൈഡ് ആണ് കിട്ടുക. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ പോയിന്റ് ഒന്നുമില്ല. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടത്തുമ്പോൾ മെറ്റാ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്റ്റാണ് കിട്ടുക എന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്താൽ മതി. ഗോട്ട് ഇറ്റ്? അടുത്തത് ടെസ്റ്റ് ടു ഡിസ്റ്റിങ്വിഷ് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ. ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും വേർതിരിച്ചറിയാൻ ഒരുപാട് ടെസ്റ്റുകളുണ്ട്. അതിലൊരു 2 ടെസ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ടത് ടൊളൻസ് റിയേജന്റ് ഉപയോഗിച്ചും ഫെല്ലിംഗ് സൊല്യൂഷൻ ഉപയോഗിച്ചുള്ള ടെസ്റ്റ് ഒന്നറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതോടൊപ്പം ബെനഡിക്സ് സൊല്യൂഷൻ ഉപയോഗിച്ചുള്ളതും ഒന്ന് നോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നല്ലതാണ് എന്നുള്ളതാണ്. നമുക്ക് ഓരോന്ന് പറയാം. ടൊളൻസ് റിയേജന്റ് നല്ല എവിടെ ഉള്ളത്? ടൊളൻസ് റിയേജന്റ് എന്താ?
ഒരു വീക്ക് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. എങ്ങനെയാണ്? ഒരു വീക്ക് ഓക്സിഡൈസിങ് ഏജന്റാ. നമുക്കറിയുന്ന ഒരു കാര്യമാണ്, വീക്ക് ഓക്സിഡൈസിങ് ഏജന്റിന് ആൽഡിഹൈഡിനെ ഓക്സിഡൈസ് ചെയ്ത് ആസിഡാക്കി മാറ്റാൻ കഴിയും. എന്നാൽ കീറ്റോണിനെ ഓക്സിഡൈസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കീറ്റോണിനെ ഓക്സിഡൈസ് ചെയ്യാൻ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റിന് മാത്രമേ കഴിയൂ എന്നുള്ള കാര്യം മക്കൾ നന്നായി പഠിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ നിങ്ങളത് പഠിച്ചിരിക്കേണ്ടതാണ്. ഗോട്ട് ഇറ്റ്? അപ്പോൾ നിങ്ങളൊരു ആൽഡിഹൈഡിലേക്ക് എന്താ പറയുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് ട്യൂബിൽ ആൽഡിഹൈഡോ കീറ്റോണോ തന്നിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ. അതിലേക്ക് നിങ്ങൾ ടൊളൻസ് റിയേജന്റ് ഒഴിക്കുകയാണ്. ടൊളൻസ് റിയേജന്റ് ഒഴിക്കുമ്പോൾ ഓക്സിഡേഷൻ നടക്കുന്നുണ്ടെങ്കിൽ ആ തന്നിരിക്കുന്നത് ആൽഡിഹൈഡാ, ഓക്സിഡേഷൻ നടക്കുന്നില്ലെങ്കിൽ കീറ്റോണാ. ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ എക്സ്പെരിമെന്റ് നമുക്കൊന്ന് പറയാം. അതിൻ്റെ മുന്നേ ടൊളൻസ് റിയേജന്റ് എന്താണെന്ന് അറിയേണ്ടടാ. ടൊളൻസ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനാ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാടാ. ടൊളൻസ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനാണ്. എങ്ങനെയാണ്? അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനാ. എന്താണ് അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷന്റെ പ്രത്യേകത? നോക്ക്, ഇതൊരു ആൽഡിഹൈഡാ. CH3CHO എന്ന് പറഞ്ഞാൽ ഒരു ആൽഡിഹൈഡാണ്. ഇതാരാ? ഒരു ആൽഡിഹൈഡാണ്. ഗോട്ട് ഇറ്റ്? ആ ആൽഡിഹൈഡിലേക്ക് ഈ Ag+ഉം OH- ഒക്കെ എവിടെയുള്ള ആളാ? ടൊളൻസ് റിയേജന്റിലുള്ള ആളാട്ടോ. ടൊളൻസ് റിയേജന്റ്. ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ആരാ ടൊളൻസ് റിയേജന്റ്? അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആണ് എന്ന് ഓർത്ത് വെക്കണം. അപ്പോൾ ഒരു ആൽഡിഹൈഡിലേക്ക് ടൊളൻസ് റിയേജന്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനിലുള്ള ഈ ആളുകളെ റിയാക്ഷനിൽ പങ്കെടുക്കുക. എന്നിട്ട് എന്താ സംഭവിക്കാന്നറിയോടാ? ഈ ആൽഡിഹൈഡ് ഓക്സിഡൈസ് ചെയ്യും. എങ്ങനെയാ മക്കളെ? ആൽഡിഹൈഡ് ഓക്സിഡൈസ് ചെയ്തിട്ട് ആൽഡിഹൈഡിന് ഓക്സിഡേഷൻ സംഭവിക്കും. എന്നിട്ട് എന്താ ഉണ്ടാവുക? അവിടെ ആസിഡ് ഉണ്ടാവും. ആൽഡിഹൈഡിന് ഓക്സിഡേഷൻ നടന്നിട്ട് അവിടെ ആസിഡ് ഉണ്ടാവും. കാരണം എന്താടാ? ഈ ടൊളൻസ് റിയേജന്റ് ഒരു വീക്ക് ഓക്സിഡൈസിങ് ഏജന്റാ. ഓക്സിഡൈസിങ് ഏജന്റിന് സംഭവിക്കുന്നത് റിഡക്ഷൻ ആണ്. അപ്പൊ ഇയാൾ എന്തായിട്ടാ റെഡ്യൂസ് ചെയ്യുക? സിൽവർ മെറ്റൽ ആയിട്ടാ റെഡ്യൂസ് ചെയ്യുക. സിൽവർ മെറ്റൽ ആയിട്ടാ റെഡ്യൂസ് ചെയ്യുക. അവിടെ നടക്കുന്ന പ്രോസസ് എന്താ? റിഡക്ഷൻ ആണ് എന്ന് മനസ്സിലാക്കുക. അതായത് ആൽഡിഹൈഡ് ഓക്സിഡൈസ് ചെയ്ത് ആസിഡ് ആയിട്ട് മാറും. ടൊളൻസ് റിയേജന്റ് റെഡ്യൂസ് ചെയ്തിട്ട് സിൽവർ മെറ്റൽ ആയിട്ട് മാറും. നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണെന്നറിയോ? ഒരു ടെസ്റ്റ് ട്യൂബിലല്ലേ നമ്മൾ ആൽഡിഹൈഡ് എടുത്തത്. ആ ടെസ്റ്റ് ട്യൂബിലേക്കല്ലേ ടൊളൻസ് റിയേജന്റ് ആഡ് ചെയ്യുന്നത്. എന്നിട്ടല്ലേ നമ്മൾ ചൂടാക്കുന്നത്. അപ്പോൾ ആ ടെസ്റ്റ് ട്യൂബിനകത്തുള്ള ആൽഡിഹൈഡൊക്കെ ഓക്സിഡൈസ് ചെയ്ത് ആസിഡ് ആയിട്ട് മാറും. ടൊളൻസ് റിയേജന്റ് റെഡ്യൂസ് ചെയ്തിട്ട് സിൽവർ മെറ്റൽ ആയിട്ട് മാറും. അപ്പം നമ്മുടെ ആ ടെസ്റ്റ് ട്യൂബിന്റെ ഇന്നർ സർഫസിലെ സിൽവർ മെറ്റൽ ഇങ്ങനെ കോട്ട് ചെയ്യും. ഈ സിൽവർ മെറ്റൽ ആ ടെസ്റ്റ് ട്യൂബിന്റെ ഇന്നർ സർഫസിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കാന്നറിയോ? ആ ടെസ്റ്റ് ട്യൂബ് ഒരു മിററായിട്ട് ആക്ട് ചെയ്യും. എന്താ മക്കളെ പറഞ്ഞത്? ടെസ്റ്റ് ട്യൂബ് ഒരു മിററായിട്ട് ആക്ട് ചെയ്യും. നമ്മൾ ഉപയോഗിക്കുന്ന മിറർ ഇല്ലേ, കണ്ണാടിയില്ലേ, അതെന്താ സംഭവം? അതൊരു ഗ്ലാസ് പ്ലേറ്റ് ആണ്. അതിന്റെ പിന്നിൽ സിൽവർ കോട്ട് ചെയ്തതാണ്. അപ്പൊ മക്കൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് ചോദിച്ചാൽ, ഒരു ടെസ്റ്റ് ട്യൂബിൽ നിങ്ങൾ ആൽഡിഹൈഡ് എടുത്തിട്ട് അതിലേക്ക് ടൊളൻസ് റിയേജന്റ് ആഡ് ചെയ്ത് ചൂടാക്കി കഴിഞ്ഞാൽ അതിന്റെ ടെസ്റ്റ് ട്യൂബിന്റെ ഉള്ളിൽ സിൽവർ മെറ്റൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് കൊണ്ട് അതൊരു മിററായിട്ട് ആക്ട് ചെയ്യും. അതുകൊണ്ട് ഈ ടെസ്റ്റ് അറിയപ്പെടുന്നത് സിൽവർ മിറർ ടെസ്റ്റ് എന്നുള്ള പേരിലാണ്. ഏത് പേരിലാണ്? സിൽവർ മിറർ ടെസ്റ്റ്. അതായത് നിങ്ങൾക്ക് സിൽവർ മിറർ കിട്ടുന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, ആ നിങ്ങൾ എടുത്തിരിക്കുന്നത് ആൽഡിഹൈഡിനെയാണ് എന്ന് മനസ്സിലാക്കാം. ഇനി നിങ്ങൾ ടെസ്റ്റ് ട്യൂബിൽ എടുത്തിരിക്കുന്നത് കീറ്റോണാന്ന് വിചാരിക്കുക. കീറ്റോൺ ഓക്സിഡേഷൻ നടക്കുമോ ടൊളൻസ് റിയേജന്റ് ഉപയോഗിച്ച്? ഇല്ല. അത് ഇമ്പോർട്ടൻ്റാ. അപ്പോൾ എന്താ ഇവിടെ പഠിക്കേണ്ടത്? എന്താണ് ടൊളൻസ് റിയേജന്റ്? അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. അതിലേക്ക് ടൊളൻസ് റിയേജന്റ് ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ആൽഡിഹൈഡ് ഓക്സിഡൈസ് ചെയ്ത് ആസിഡായിട്ട് മാറും. ടൊളൻസ് റിയേജന്റ് റെഡ്യൂസ് ചെയ്ത് സിൽവർ മെറ്റൽ ആയിട്ട് മാറും. ആ മെറ്റൽ ടെസ്റ്റ് ട്യൂബിന്റെ ഇന്നർ സർഫസിൽ കോട്ട് ചെയ്യുമ്പോൾ അതൊരു മിറർ ആയിട്ട് ആക്ട് ചെയ്യും. ഇതാ മക്കൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇതാണ് സിൽവർ മിറർ ടെസ്റ്റ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഗോട്ട് ഇറ്റ്? ഇനി മക്കളെ അടുത്ത ഓക്സിഡൈസിങ് ഏജന്റ് ഏതാ? ഫെല്ലിംഗ് സൊല്യൂഷൻ. ഫെല്ലിംഗ് സൊല്യൂഷൻ ഉപയോഗിച്ച് മക്കളെ, ഫെല്ലിംഗ് സൊല്യൂഷൻ ഉപയോഗിച്ച് ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും വേർതിരിക്കാൻ കഴിയും. അതെങ്ങനെയാ? ആദ്യം തന്നെ അറിയുക എന്താണ് ഫില്ലിംഗ് സൊല്യൂഷൻ. ഫില്ലിംഗ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് സൊല്യൂഷന്റെ മിക്സറാണ്. രണ്ട് സൊല്യൂഷനെ നമ്മൾ ഫില്ലിംഗ് സൊല്യൂഷൻ എ അതേപോലെ ഫില്ലിംഗ് സൊല്യൂഷൻ ബി എന്നൊക്കെ പറയാറുണ്ട്. എന്താ ഫില്ലിംഗ് സൊല്യൂഷൻ എ നോക്കടാ. ഫില്ലിംഗ് സൊല്യൂഷൻ എ എന്ന് പറഞ്ഞാൽ അക്വസ് സൊല്യൂഷൻ ഓഫ്
കോപ്പർ സൾഫേറ്റ് ആണ്. അക്വ സൊല്യൂഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ് ആണ്. ഫില്ലിംഗ് സൊല്യൂഷൻ ബി എന്ന് പറഞ്ഞാൽ ആൽക്കലൈൻ സോഡിയം പൊട്ടാസ്യം ടാർട്രേറ്റ് ആണ്, അഥവാ റോച്ചെല്ലെ സാൾട്ട് ആണ്. സോഡിയം പൊട്ടാസ്യം ടാർട്രേറ്റിന്റെ ആൽക്കലൈൻ സൊല്യൂഷൻ അഥവാ റോച്ചെല്ലെ സാൾട്ട് ആണ് ഫില്ലിംഗ് സൊല്യൂഷൻ ബി. ഫില്ലിംഗ് സൊല്യൂഷൻ എ എന്ന് പറഞ്ഞാൽ കോപ്പർ സൾഫേറ്റിന്റെ അക്വ സൊല്യൂഷൻ ആണ്. ഗോട്ട് ഇറ്റ്? ഇത് രണ്ടും മിക്സ് ചെയ്താൽ നമുക്ക് ഫില്ലിംഗ് സൊല്യൂഷൻ കിട്ടും. അപ്പൊ എന്താണ് ഫില്ലിംഗ് സൊല്യൂഷൻ എന്ന് ആദ്യം മനസ്സിലാക്കി വെക്കണം. ആൽക്കലൈൻ അക്വ സൊല്യൂഷൻ ഓഫ് കോപ്പർ സൾഫേറ്റും അതേപോലെ ആൽക്കലൈൻ സൊല്യൂഷൻ ഓഫ് സോഡിയം പൊട്ടാസ്യം ടാർട്രേറ്റും ചേർത്താൽ അഥവാ റോച്ചെല്ലെ സാൾട്ടും കൂടെ ചേർത്താൽ എന്തായി? അത് ഫില്ലിംഗ് സൊല്യൂഷൻ ആയി. ആ ഫില്ലിംഗ് സൊല്യൂഷനെ മക്കളെ നമ്മളൊരു ആൽഡിഹൈഡിലേക്ക് ആഡ് ചെയ്താൽ, ഞാനിവിടെ എന്താ എടുത്തത്? ഒരു ആൽഡിഹൈഡാണ് എടുത്തത്. ആൽഡിഹൈഡിലേക്ക് ആഡ് ചെയ്താൽ എന്താ സംഭവിക്കുക എന്നറിയോ? നേരത്തെ സംഭവിച്ച പോലെ ആൽഡിഹൈഡ് ഓക്സിഡൈസ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? ആസിഡ് ആയിട്ട് മാറും. എന്നാൽ ഈ പാർട്ട് ഫില്ലിംഗ് സൊല്യൂഷന്റെ പാർട്ടാണ്. ആ ഫില്ലിംഗ് സൊല്യൂഷൻ റിഡ്യൂസ് ചെയ്തിട്ട് ഫില്ലിംഗ് സൊല്യൂഷന് സംഭവിക്കുന്നത് റിഡക്ഷൻ ആണ്. അവിടെ കുപ്രസ് ഓക്സൈഡ് ഉണ്ടാവും. ആ കുപ്രസ് ഓക്സൈഡ് ഉണ്ടായത് എങ്ങനെ തിരിച്ചറിയാം? നേരത്തെ നമുക്ക് ടോളറൻസ് റിയേജന്റ് ഒഴിക്കുമ്പോൾ സിൽവർ മിറർ കിട്ടിയല്ലോ, പെട്ടെന്ന് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. എന്നാൽ ഇവിടെ ഇങ്ങനെ നടന്നിട്ടുണ്ടെന്ന് എങ്ങനെ തിരിച്ചറിയാം? ഈ കുപ്രസ് ഓക്സൈഡ് ഉണ്ടല്ലോ, അതിന് കളർ ഉണ്ട്. എന്താ കളറ്? അത് റെഡിഷ് ഓറഞ്ച് കളറാണ്. റെഡിഷ് ഓറഞ്ച് കളറാണ്, അല്ലെങ്കിൽ റെഡിഷ് ബ്രൗൺ കളറാണ്. ചുരുക്കി പറഞ്ഞാൽ റെഡിഷ് കളർ കണ്ടു കഴിഞ്ഞാൽ അവിടെയുള്ള ഫില്ലിംഗ് സൊല്യൂഷൻ റിഡ്യൂസ് ചെയ്തിട്ട് കുപ്രസ് ഓക്സൈഡ് ആയിട്ട് മാറിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആൽഡിഹൈഡ് ഓക്സിഡൈസ് ചെയ്ത് ആസിഡായിട്ട് മാറിയിട്ടും ഉണ്ടാവുമെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ദിസ് ഇസ് ദ ഐഡിയ. ഗോട്ട് ഇറ്റ്? അപ്പൊ നിങ്ങൾക്ക് ഫില്ലിംഗ് സൊല്യൂഷൻ ഉപയോഗിച്ച് ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും വേർതിരിക്കാം. ടോളറൻസ് റിയേജന്റ് ഉപയോഗിച്ച് ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും വേർതിരിക്കാം. എങ്ങനെ വേർതിരിക്കുക? നിങ്ങൾക്ക് ടെസ്റ്റ് ട്യൂബിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സൊല്യൂഷൻ തന്നിട്ടുണ്ട്. ആൽഡിഹൈഡ് ആണോ കീറ്റോൺ ആണോ എന്ന് അറിയില്ല. അതിലേക്ക് ടോളറൻസ് റിയേജന്റ് ആഡ് ചെയ്ത് ചൂടാക്കുമ്പോൾ സിൽവർ മിറർ കിട്ടുന്നുണ്ടെങ്കിൽ അത് ആൽഡിഹൈഡ് ആണ്, കിട്ടുന്നില്ലെങ്കിൽ കീറ്റോൺ ആണ്. നിങ്ങൾക്ക് ടെസ്റ്റ് ട്യൂബിൽ ഒരു സൊല്യൂഷൻ തന്നിട്ടുണ്ട്, ആൽഡിഹൈഡ് ആണോ കീറ്റോൺ ആണോ എന്ന് അറിയില്ല. അതിലേക്ക് ഫില്ലിംഗ് സൊല്യൂഷൻ ആഡ് ചെയ്യുമ്പോൾ റെഡിഷ് ഓറഞ്ച് പ്രസിപ്പിറ്റേറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ആൽഡിഹൈഡ് ആണ്, ഇല്ലെങ്കിൽ കീറ്റോൺ ആണ്. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഇനി മക്കളെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ബെനഡിക്ട് സൊല്യൂഷൻ ഉപയോഗിച്ച് വേർതിരിക്കാം. അതും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതിന് ബെനഡിക്സ് ടെസ്റ്റ് എന്നാ പറയാ. എന്താണ് ബെനഡിക്ട് സൊല്യൂഷൻ? ബെനഡിക്ട് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മിക്സർ ഓഫ് കോപ്പർ സൾഫേറ്റ്. അതില് ഒരു മിക്സർ, അതിലൊന്ന് കോപ്പർ സൾഫേറ്റ് ഉണ്ട്, പിന്നെ സോഡിയം സിട്രേറ്റ് ഉണ്ട്, അതേപോലെ തന്നെ സോഡിയം കാർബണേറ്റ് ഉണ്ട്. മൂന്നാളുകൾ, ഒന്ന് കോപ്പർ സൾഫേറ്റ് ആണ്, സോഡിയം സിട്രേറ്റ് ആണ്, അതേപോലെ സോഡിയം കാർബണേറ്റ് ആണ്. ഒന്ന് കോപ്പർ സൾഫേറ്റ്, ദെൻ സോഡിയം സിട്രേറ്റ്, അതേപോലെ തന്നെ സോഡിയം കാർബണേറ്റ്. മൂന്നാളുകളുടെ മിക്സറാണ് ബെനഡിക്ട് സൊല്യൂഷൻ. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആൽഡിഹൈഡിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ കീറ്റോൺ ആണോ എന്ന് സംശയിക്കുന്ന ആ സൊല്യൂഷനിലേക്ക് നിങ്ങൾ ബെനഡിക്ട് സൊല്യൂഷൻ ആഡ് ചെയ്താൽ മതി. അതെങ്ങാനും ആൽഡിഹൈഡ് ആണെങ്കിൽ എന്താ സംഭവിക്കാന്ന് അറിയോടാ? നമുക്ക് ഒരു റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് കിട്ടും. എന്താ കിട്ടുക? റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ്. അലിഫാറ്റിക് ആൽഡിഹൈഡ് ആണെന്ന് പൊതുവെ ആൻസർ ചെയ്യുക. എന്നാൽ കീറ്റോൺ ആണെങ്കിലോ അവിടെ റിയാക്ഷൻ ഒന്നും നടക്കില്ല. കീറ്റോൺ അവിടെ ആ ടെസ്റ്റ് ആൻസർ ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെയും നമുക്ക് വേണമെങ്കിൽ ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും വേർതിരിച്ച് മനസ്സിലാക്കാം. ഇവിടെ റെഡിഷ് ബ്രൗൺ കിട്ടുന്നുണ്ടെങ്കിൽ ആൽഡിഹൈഡ്, ഇവിടെ റെഡിഷ് ബ്രൗൺ അല്ലെങ്കിൽ റെഡിഷ് ഓറഞ്ച് കിട്ടുന്നുണ്ടെങ്കിൽ ആൽഡിഹൈഡ്, ഇവിടെ സിൽവർ മിറർ കിട്ടുന്നുണ്ടെങ്കിൽ ആൽഡിഹൈഡ്. ഇങ്ങനെയാണ് നമ്മൾ ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും വേർതിരിച്ച് മനസ്സിലാക്കുന്നത്. ഗോട്ട് ഇറ്റ്? യെസ്. അപ്പോൾ ഈ മൂന്ന് ടെസ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ടോളറൻസ് റിയേജന്റ്, എന്താ ഫില്ലിംഗ് സൊല്യൂഷൻ, എന്താ ബെനഡിക്ട് സൊല്യൂഷൻ, അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് അത് മനസ്സിലാക്കുക എന്നുള്ളതും അറിഞ്ഞിരിക്കണം. എഴുതിയെടുത്ത് മക്കളെ നിങ്ങൾ പഠിക്കേണ്ടതാണ്. വല്ലപ്പോഴും ഒക്കെ അത് എക്സാമിന് ചോദിക്കാറുമുണ്ട് എന്നുള്ളതാണ്. ഗോട്ട് ഇറ്റ്? യെസ്. ഇനി നോക്കടാ, ആൽഡിഹൈഡിനും കീറ്റോണിനും എന്തെങ്കിലും യൂസ് ഉണ്ടോ? ഒന്നോ രണ്ടോ യൂസ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. ഒരുപാട് യൂസ് ആൽഡിഹൈഡിനും കീറ്റോണിനും ഉണ്ട്. ഒന്നോ രണ്ടോ യൂസ് മക്കൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. ഒന്ന്, എന്താ പറയുക, ആൽഡിഹൈഡ് അതേപോലെ തന്നെ കീറ്റോണൊക്കെ നല്ല സോൾവെൻ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എന്തായിട്ട് ഉപയോഗിക്കാറുണ്ടടാ? നല്ല സോൾവെൻ്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ഓർഗാനിക് കോമ്പൗണ്ടുകൾ സിന്തസൈസ് ചെയ്യാൻ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ആയിട്ട് നമ്മൾ ആരെ ഉപയോഗിക്കാറുണ്ട്? ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും ഒക്കെ ഉപയോഗിക്കാറുണ്ട്.
അത് മറ്റൊരു യൂസ് ആയിട്ട് പറയാവുന്നതാണ്. ഇനി മക്കളെ നോക്ക്, ഫോർമാൽഡിഹൈഡിന്റെ 40% സൊല്യൂഷനെ നമ്മൾ ഫോർമാലിൻ എന്നാ പറയാ. 40% സൊല്യൂഷൻ ഓഫ് ഫോർമാൽഡിഹൈഡിനെ ഫോർമാലിൻ എന്നാ പറയാ. അതെന്തിനാ ഉപയോഗിക്കാന്നറിയോ? ബയോളജിക്കൽ സ്പെസിമെൻസ് ഒക്കെ പ്രിസർവ് ചെയ്യാൻ, ബയോളജിക്കൽ സ്പെസിമെൻസ് ഒക്കെ കേടുകൂടാതെ സ്റ്റോർ ചെയ്ത് വെക്കാൻ നമ്മൾ ഫോർമാലിൻ ഉപയോഗിക്കാറുണ്ട്. അത് മറ്റൊരു യൂസ് ആയിട്ട് പറയാം. ഇനി ബേക്കലൈറ്റ് ഒരു പോളിമറാണ്. ആ പോളിമർ ഉണ്ടാക്കാൻ നമ്മൾ ഫോർമാൽഡിഹൈഡ് ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതാണ്. ഫോർമാൽഡിഹൈഡ് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് യൂസ് ഉണ്ട് ആൽഡിഹൈഡിനും കീറ്റോണിനും ഒക്കെ. ഇനി മറ്റൊരു സാധനം നോക്കൂ നിങ്ങൾ, അസറ്റാൽഡിഹൈഡ്. അസറ്റിക് ആസിഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട്, ഈത്തൈൽ അസറ്റേറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട്, വിനൈൽ അസറ്റേറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട്, പോളിമേഴ്സും ഡ്രഗൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, പിന്നെന്താ, ബെൻസാൽഡിഹൈഡ് പെർഫ്യൂം ഇൻഡസ്ട്രീസിൽ ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തന്നെ ഈത്തൈൽ മീത്തൈൽ കീറ്റോണ് എന്താ, നല്ലൊരു സോൾവെന്റ് ആണ്, ഗുഡ് സോൾവെന്റ് ആണ്. ഓക്കെ, അങ്ങനെ ഒരുപാട് യൂസുകൾ ആരെ കൊണ്ടും ഉണ്ട് എന്നുള്ളതാണ്. ആൽഡിഹൈഡിനെ കൊണ്ടും കീറ്റോണിനെ കൊണ്ടും ഉണ്ട്. ഗോട്ട് ഇറ്റ്? അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും 1-2 യൂസ്, നല്ല സോൾവെന്റ് ആണ്, ഒരുപാട് ഓർഗാനിക് കോമ്പൗണ്ട് സിന്തസൈസ് ചെയ്യാൻ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്, ഫോർമാലിൻ ബയോളജിക്കൽ സ്പെസിമെൻസ് പ്രിസർവ് ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട്, അതേപോലെ തന്നെ കീറ്റോൺ നല്ല സോൾവെന്റ് ആണ്, ബെൻസാൽഡിഹൈഡ് എന്താണ്, നമ്മുടെ പെർഫ്യൂം ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കാറുണ്ട്, ബേക്കലൈറ്റ് പോലെയുള്ള പോളിമേഴ്സ് ഉണ്ടാക്കാൻ ഫോർമാൽഡിഹൈഡ് ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെയുള്ള 1-2 യൂസ് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഏതെങ്കിലും 2 നിങ്ങൾ നോട്ടിൽ എഴുതി വെക്കണം, അത് നിങ്ങൾ പഠിക്കുക. ഗോട്ട് ഇറ്റ്? യെസ്. അങ്ങനെ മക്കളെ, ആൽഡിഹൈഡും കീറ്റോണും ഒക്കെ ആണെങ്കിൽ അടുത്തത് ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കാർബോക്സിലിക് ആസിഡാ. മക്കളെ നോക്ക്, കാർബോക്സിലിക് ആസിഡ്. ചാപ്റ്ററിന്റെ പേരെന്തായിരുന്നു? ആൽഡിഹൈഡ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്. ആൽഡിഹൈഡിൻ്റെയും കീറ്റോണിൻ്റെയും നെയിമിംഗ് ആവട്ടെ, അതിൻ്റെ പ്രിപ്പറേഷൻ ആവട്ടെ, ഫിസിക്കൽ പ്രോപ്പർട്ടി ആവട്ടെ, കെമിക്കൽ റിയാക്ഷൻസ് ആവട്ടെ, യൂസ് ആവട്ടെ, എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതേപോലെ കാർബോക്സിലിക് ആസിഡിനും നെയിമിംഗ് ഉണ്ട്, അതിനും ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ ഈ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ ഇതുവരെ ഓടി നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണമെന്നില്ല, വീഡിയോ ഒക്കെ ഒന്ന് പോസ് ചെയ്ത് ഇതുവരെ നമ്മൾ പറഞ്ഞത് ക്ലിയർ അല്ലേ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ മതി കേട്ടോ. കാരണം ഓരോ പോയിന്റുകളും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. 1 മാർക്ക് പോലും നഷ്ടപ്പെടരുത് എന്നുള്ള നിർബന്ധ ബുദ്ധി നമുക്ക് വേണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നോക്കൂ, നിങ്ങൾ ആരാണ് കാർബോക്സിലിക് ആസിഡ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ കൂടുതൽ ആലോചിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ COOH ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അയാളെ വിളിക്കുന്ന പേരാണ് കാർബോക്സിലിക് ആസിഡ്. ഇനി COOH എന്ന് പറഞ്ഞാൽ C∪OH ആണ് എന്നും അറിയാലോ നിങ്ങൾക്ക്. യെസ്, ഇതെന്താടാ? ഇത് കാർബോക്സിൽ ഗ്രൂപ്പാണ്. എന്ത് ഗ്രൂപ്പാണ്? കാർബോക്സിൽ ഗ്രൂപ്പ്. അതെന്താ അങ്ങനെ ഒരു പേര് സർ? എടാ, ഈ CO എന്ന് പറഞ്ഞാൽ കാർബോണൈൽ അല്ലേ, OH എന്ന് പറഞ്ഞാൽ ഹൈഡ്രോക്സിൽ അല്ലേ, കാർബോണൈലും ഹൈഡ്രോക്സിലും ചേർന്നാൽ കാർബോക്സിൽ ഗ്രൂപ്പ്. അപ്പോൾ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ കാർബോക്സിൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കാർബോക്സിലിക് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അയാളാണ് കാർബോക്സിലിക് ആസിഡ്. അതാർക്കാണ് അറിയാത്തത്? നിങ്ങൾക്കൊക്കെ അറിയാം. ഇനി അയാളുടെ നെയിമിങ്, IUPAC നെയിമിങ് എങ്ങനെയാണ് കൊടുക്കുക? ജസ്റ്റ് ഒരു ഐഡിയ, നിങ്ങൾക്ക് അറിയുന്നതാണ്, എന്നാലും ഞാനൊന്ന് പറയാം. എന്താണ് IUPAC നെയിമിങ്ങിലേക്ക് വരുന്ന സമയത്ത് ആൽക്കെയിനിൽ നിന്ന് E- ചെയ്ത് ഓയിക് ആസിഡ് ആഡ് ചെയ്യുക. ആൽക്കെയിനിൽ നിന്ന് E- ചെയ്ത് ഓയിക് ആസിഡ് ആഡ് ചെയ്യുക. അപ്പൊ എന്താ വരിക? ആൽക്കനോയിക്. ആൽക്കെയിൻ E- ചെയ്തു ഓയിക് ആസിഡ് ആഡ് ചെയ്യുക, ആൽക്കനോയിക് ആസിഡ് എന്നാ വരിക. എന്താടാ വരിക? ആൽക്കനോയിക് ആസിഡ്. ഫോർ എക്സാമ്പിൾ HCOOH, CH3COOH. പറ, ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 1 കാർബൺ. 1 കാർബൺ ആണെങ്കിൽ ഏതാ ആൽക്കെയിൻ? മീത്തൈൻ. മീത്തൈനിൽ നിന്ന് E- ചെയ്ത് ഓയിക് ആസിഡ് ആഡ് ചെയ്താൽ ദാറ്റ് വിൽ ബി മെത്തനോയിക് ആസിഡ്. എന്താടാ? ദാറ്റ് വിൽ ബി മെത്തനോയിക് ആസിഡ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. 2 കാർബൺ, ഈത്തൈൻ. ഞാൻ പറയണോടാ? വേണ്ട, നിങ്ങൾക്കറിയാം. ഈത്തൈനിൽ നിന്ന് E- ചെയ്യുക, അപ്പൊ E10. ഓയിക് ആസിഡ് ആഡ് ചെയ്യുക, എത്തനോയിക് ആസിഡ്. എന്താടാ? എത്തനോയിക് ആസിഡ്. ഇങ്ങനെയാ ഇതിന്റെ പരിപാടി. ഒന്ന് അറിഞ്ഞിരിക്കുക. നിങ്ങൾക്ക് നോക്കാൻ ചില എക്സാമ്പിളുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ടെക്സ്റ്റിലുള്ള ടേബിൾ അതേപോലെ എടുത്തു വെച്ചു എന്നേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് നോക്കുന്നത് എന്താണ്?
നല്ലതാണ്. ഇനി എന്താ അറിയേണ്ടത്? അവരുടെ സ്ട്രക്ചർ. കാർബോക്സിൽ ഗ്രൂപ്പ് എന്നല്ലേ പറഞ്ഞത്, അതിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. നോക്കടാ, ഇവിടെ ഒരു 120 ഡിഗ്രിയിൽ ഒരു പ്ലെയിനിൽ കാണപ്പെടുന്ന ഒരു പ്ലേനാർ സ്ട്രക്ചറാണ് ആർക്കുള്ളത്? കാർബോക്സിൽ ഗ്രൂപ്പിനുള്ളത്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ റെസൊണൻസ് നടക്കുന്നുണ്ട്. അതായത് ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ ഡബിൾ ബോണ്ട് അല്ലേ, ഇവിടെ ഡബിൾ ബോണ്ട് എന്ത് ചെയ്യാം, ഈ പൈ ബോണ്ട് ഇങ്ങോട്ടേക്ക് പോവുകയും ഈ ലോൺ പെയർ ഇങ്ങോട്ട് വരികയും ചെയ്തിട്ട് ഇവിടെ എന്താവാം, ഡബിൾ ബോണ്ട് വരാം. അതായത് ഇവിടെ ഡബിൾ ഇവിടെ സിംഗിൾ, അതിന് പകരം ഇവിടെ സിംഗിൾ ഇവിടെ ഡബിൾ വരാം എന്ന് ചുരുക്കി പറഞ്ഞാൽ അതിൽ റെസൊണൻസ് നടക്കുന്നുണ്ട് എന്ന കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. അതായത് ഇവിടെ ഡബിൾ ബോണ്ട് ഇവിടെ സിംഗിൾ ബോണ്ട്, അതിന് പകരം ഇവിടെ ഡബിൾ ഇവിടെ സിംഗിൾ, അങ്ങനെ വരാം. അതുകൊണ്ട് തന്നെ കാർബോണൈൽ ഗ്രൂപ്പ് മാത്രം നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പൊളാരിറ്റി ഇല്ലേ, അത്രത്തോളം പൊളാരിറ്റി അല്ലെങ്കിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഈ കാർബോക്സിൽ ഗ്രൂപ്പിൽ കാണില്ല. കാരണം അവിടെ എന്ത് നടക്കുന്നതുകൊണ്ടാണ്? റെസൊണൻസ് നടക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്, അത്രയേ ഉള്ളൂ. ഇനി പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കിടക്കുകയാണ്. നെയിമിംഗ് ആവട്ടെ, അല്ലെങ്കിൽ എന്താണ് കാർബോക്സിലിക് ആസിഡ് എന്നുള്ളതാവട്ടെ, അതിൻ്റെ സ്ട്രക്ചർ ആവട്ടെ, അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. പക്ഷേ പ്രിപ്പറേഷനൊക്കെ വെറുതെ ഉദ്ദേശിച്ചാൽ പോരാ, എക്സാമിന് ചോദിക്കും ക്വസ്റ്റ്യൻ ആയിട്ട്, അപ്പം ആൻസർ ചെയ്യാൻ കഴിയണം. എങ്ങനെയാണ് ആ കാർബോക്സിലിക് ആസിഡ് ഉണ്ടാക്കുക? കുറച്ചധികം പ്രിപ്പറേഷൻസ് ഉണ്ട്, പക്ഷേ എല്ലാ പ്രിപ്പറേഷനും സിമ്പിളാണ്. എന്താണ്? ഫസ്റ്റ്, ഫ്രം പ്രൈമറി ആൽക്കഹോൾ ആൻഡ് ആൽഡിഹൈഡ്. ഇത് ശരിക്ക് പറയേണ്ട കാര്യം പോലുമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താ, ഞാൻ പറയാൻ നോക്ക്. CH3CH2OH കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതായത്. ഓക്കെ, എന്തായത്? ഇത് എത്തനോൾ. ആരാ എത്തനോള്? എത്തനോൾ ഒരു പ്രൈമറി ആൽക്കഹോളാണ്. ഒരു പ്രൈമറി ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്താൽ സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റമുള്ള ആൽഡിഹൈഡ് കിട്ടും. 2 കാർബൺ ആറ്റമുള്ള ആൽഡിഹൈഡ് ഏതാ? CH3CHO. അത് എത്തനാളാണ്. എത്തനാൾ ആരാടാ? എത്തനാൾ. അതിനെ നമ്മൾ വീണ്ടും ഓക്സിഡൈസ് ചെയ്താൽ സെയിം നമ്പർ ഓഫ് കാർബൺ ആയിട്ടുള്ള കാർബോക്സിലിക് ആസിഡ്. അപ്പോൾ CH3COOH അതിനെന്താണ് വിളിക്കുക? എത്തനോയിക് ആസിഡ്. എന്താ ആസിഡ് എന്നാ വിളിക്കുക? എത്തനോയിക് ആസിഡ്. അപ്പം മക്കൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. ഒരു ആൽഡിഹൈഡിനെ ഓക്സിഡൈസ് ചെയ്ത്, കഴിഞ്ഞ ചാപ്റ്ററിലല്ല കഴിഞ്ഞ പാർട്ടിൽ ആൽഡിഹൈഡിനെ കുറിച്ച് പറയുന്ന പാർട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആൽഡിഹൈഡിനെ ഓക്സിഡൈസ് ചെയ്ത് ആസിഡാക്കി മാറ്റാൻ ഏത് ഓക്സിഡൈസിങ് ഏജൻറ്റിനും കഴിയും. അത് സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ടുള്ള പൊട്ടാസ്യം പെർമാംഗനേറ്റോ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആണെങ്കിലും നടക്കും. വീക്ക് ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ടുള്ള ക്രോമിയം ട്രയോക്സൈഡോ ഫില്ലിംഗ് സൊല്യൂഷനോ അല്ലെങ്കിൽ ടൊളൻസ് റിയേജൻറ്റോ ബെനഡിക്ട് സൊല്യൂഷനോ എന്താണെങ്കിലും അവിടെ ഓക്സിഡേഷൻ നടക്കും അല്ലേ. പക്ഷേ പ്രൈമറി ആൽക്കഹോളിനെ നേരിട്ട് നിങ്ങൾക്ക് ആസിഡാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ അവിടെ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ടുള്ള പൊട്ടാസ്യം ഡൈക്രോമേറ്റോ പൊട്ടാസ്യം പെർമാംഗനേറ്റോ തന്നെ ഉപയോഗിക്കണം. ഇനി ആൽഡിഹൈഡ് എന്നാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏത് ഉപയോഗിക്കാം. പ്രൈമറി ആൽക്കഹോളിനെ ഡയറക്റ്റ് ആസിഡാക്കി മാറ്റുകയാണെങ്കിൽ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ് തന്നെ ഉപയോഗിക്കണം. അത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്, നിങ്ങൾക്ക് അറിയുന്ന കാര്യവുമാണ്. ഇതാണ് സിമ്പിളായിട്ട് ആസിഡിൻ്റെ പ്രിപ്പറേഷൻ. റെഡി ആണല്ലോ? അത്രയേ ഉള്ളൂ. ഇതൊന്നും കണ്ട് നിങ്ങൾ ഞെട്ടണ്ട, അതൊക്കെ അല്ലേ? അതേ ആവശ്യമുള്ളൂ. അടുത്തത് ഫ്രം ആൽക്കൈൽ ബെൻസീൻ. മക്കളെ, ഇത് പ്രധാനപ്പെട്ട ഒരു പ്രിപ്പറേഷനാണ്. പ്രധാനപ്പെട്ടത് എന്ന് ഞാൻ പറയുന്നത് ഇൻ ദ സെൻസ് എക്സാമിന് കൂടുതൽ ചോദിച്ചതാണ് എന്ന അർത്ഥത്തിലാണ്. ആൽക്കൈൽ ബെൻസീൻ എന്ന് പറഞ്ഞാൽ എന്താ? ബെൻസീനിൻ്റെ മുകളിൽ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ്. ഞാനിവിടെ എന്താണ് എടുത്തത്? മീത്തൈൽ ഗ്രൂപ്പാണ്. അപ്പം ഇതിനെ നമുക്ക് മീത്തൈൽ ബെൻസീൻ എന്ന് വിളിക്കാം. മീത്തൈൽ ബെൻസീൻ, അല്ലെങ്കിൽ അതിനെ ടൊളുവിൻ എന്ന് വിളിക്കാം. ഇത് തന്നെയാണ് ടൊളുവിൻ അല്ലേ? യെസ്. ഇതിനെ മക്കളെ ഞാൻ ഓക്സിഡൈസ് ചെയ്യാണ്. എന്തിൻ്റെ പ്രസൻസിലാണെന്നല്ലേ? ഇതൊന്ന് കറക്റ്റായിട്ട് നോട്ട് ചെയ്യേണ്ടതാണ്. നോർമലി നമ്മൾ എടുക്കുക ആൽക്കലൈൻ KMnO4 ആണ്. ആൽക്കലൈൻ KMnO4. എന്താ ആൽക്കലൈൻ KMnO4? KMnO4ൻ്റെ കൂടെ ഒരു ആൽക്കലി ഉണ്ട് എന്നുള്ളതാണ്. KMnO4ൻ്റെ കൂടെ ഒരു ആൽക്കലി ഉണ്ട്. അപ്പോൾ നമുക്ക് ക്രോമിക് ആസിഡ് എടുക്കാം, അല്ലെങ്കിൽ അസിഡിക് ഓർ ആൽക്കലൈൻ പൊട്ടാസ്യം പെർമാംഗനേറ്റ് എടുക്കാം. നോർമലി എടുക്കുക ആൽക്കലൈൻ പൊട്ടാസ്യം പെർമാംഗനേറ്റ്. അതുകൊണ്ടാണ് ഞാനിവിടെ എഴുതിയത്. ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ആരോ മാർക്കിൻ്റെ മുകളിൽ തരുന്ന റിയേജൻ്റ് ഇതാ, അതുകൊണ്ടാണ് ഇത് എഴുതിയത്. അതിന് പകരം അവരെയൊക്കെ എടുക്കാം. അപ്പോൾ എന്താ സംഭവിക്കാന്നറിയോ? ഈ
ആൽക്കൈൽ ഗ്രൂപ്പ് വിഗറസ്ലി ഓക്സിഡൈസ് ചെയ്തിട്ട് ആസിഡായിട്ട് മാറും. അതാണ് അതിൻ്റെ പ്രത്യേകത. നോക്ക്, ഈ ബെൻസീൻ്റെ മുകളിലുള്ള CH3 ഓക്സിഡൈസ് ചെയ്തിട്ട് COOH ആയിട്ട് മാറും. ഇതാരാ? ഇത് ബെൻസോയിക് ആസിഡാണ്. ഏത് ആസിഡാണ്? ബെൻസോയിക് ആസിഡ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഞാൻ മറ്റൊരു എക്സാമ്പിൾ പറയുമ്പോഴാണ് അതിൻ്റെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുക. നോക്ക്, ഞാനിവിടെ എഴുതാം. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഇങ്ങനെയാണുള്ളത്, CH2CH3. ഇതെന്താ? ഇത് ഈത്തൈൽ ബെൻസീന. ഇത് മീത്തൈലാ, പക്ഷെ ഇത് ഈത്തൈൽ ബെൻസീന. ഇതിനെ ഞാൻ ഓക്സിഡൈസ് ചെയ്യുന്നത് എന്തിൻ്റെ പ്രസൻസിലാ? അവിടെ പറഞ്ഞ പോലെ തന്നെ ആൽക്കലൈൻ KMnO4ൻ്റെ പ്രസൻസിലാണ്. ഓക്കെ, എന്താടാ കിട്ടുക? ഇവിടെ ഒരു കാർബൺ ആയതുകൊണ്ട് ഒരു കാർബണുള്ള COOH, ഇവിടെ 2 കാർബൺ ആയതുകൊണ്ട് ബെൻസീൻ്റെ മുകളിൽ എന്താ വരിക? ഇവിടെ CH2COH അല്ലെ, 2 കാർബൺ ആയിട്ടുള്ള ആസിഡ്. അങ്ങനെയല്ലേ? അങ്ങനെയല്ല. അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. എക്സാമിന് ചോദിക്കാറുണ്ട്, പലരും തെറ്റിക്കാറുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രിപ്പറേഷൻ മെത്തേഡിൻ്റെ പ്രത്യേകത, ബെൻസീനിൻ്റെ മുകളിൽ എത്ര കാർബൺ ആറ്റമുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് വന്നാലും, 1 ആവട്ടെ 2 ആവട്ടെ 3 ആവട്ടെ 10 ആവട്ടെ, എത്ര കാർബൺ ആറ്റമുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് വന്നാലും അവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് ബെൻസോയിക് ആസിഡ് ആയിരിക്കും. ഇവിടെയുള്ള കാർബൺ ആറ്റത്തിന്റെ അതേ നമ്പറുള്ള ആസിഡ് അല്ല ബെൻസീൻ്റെ മുകളിൽ വരിക. ബെൻസീനിന്റെ മുകളിൽ എപ്പോഴും എന്തായിരിക്കും? COOH വരുള്ളൂ. പ്രൊഡക്റ്റ് എപ്പോഴും എന്തായിരിക്കും? ബെൻസോയിക് ആസിഡ് ആയിരിക്കും എന്നുള്ളതാണ്. അത് മക്കൾ നിർബന്ധമായി ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ഒരു ആൽക്കൈൽ ബെൻസീനെ നമ്മൾ ഓക്സിഡൈസ് ചെയ്യുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് ക്രോമിയം ട്രയോക്സൈഡ് ആവാം, ക്രോമിക് ആസിഡ് ആവാം, അല്ലെങ്കിൽ അസിഡിക് ഓർ ആൽക്കലൈൻ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആവാം. കിട്ടുന്ന പ്രൊഡക്റ്റ് വിൽ ബി ഓൾവേസ് ബെൻസോയിക് ആസിഡ്. ആരാടാ പ്രൊഡക്റ്റ്? ബെൻസോയിക് ആസിഡ് ആ പ്രൊഡക്റ്റ്, മറന്നു കളയണ്ട. അടുത്തത് ഫ്രം നൈട്രൈൽസ് ആൻഡ് അമൈഡ്. ഇതൊരു സിമ്പിൾ പരിപാടിയാണ്. ഞാൻ നൈട്രൈൽ എടുക്കുക. എന്താടാ നൈട്രൈൽ എന്ന് പറഞ്ഞാൽ? നൈട്രൈൽ എന്ന് പറഞ്ഞാൽ ആരാ? സയനൈഡ് ആണ് അല്ലേ? ഇനിയിപ്പോൾ ബെൻസീൻ അല്ലാത്ത നമുക്ക് ആലിഫാറ്റിക് എഴുതാം. ആലിഫാറ്റിക് നോക്കണേ, CH3CN. ഇതാരാ? സയനൈഡ്. ഇതാരാടാ? ഒരു സയനൈഡാണ്, അഥവാ നൈട്രൈലാണ്. ഇനി ഞാൻ അമൈഡ് എടുക്കുന്നത് നോക്ക്, CH3. എന്താ അമൈഡ്? CONH2. ഈ CONH2 വരുമ്പോഴല്ലേടാ അത് അമൈഡാവുക. പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. എന്താടാ നമ്മൾ ചെയ്യേണ്ടത്? വളരെ സിമ്പിളാ. ഇതിനെ ഹൈഡ്രോളിസിസ് നടത്തിയാൽ മതി. എന്ത് നടത്തിയാൽ മതി? ഹൈഡ്രോളിസിസ് നടത്തിയാൽ മതി. വാട്ടർ ആഡ് ചെയ്യും. ഞാനിവിടെ 2 വാട്ടർ ആഡ് ചെയ്യാണ്. എന്തിൻ്റെ പ്രസൻസിലാണ് ചെയ്യേണ്ടതെന്ന് അറിയോ? ഒന്നെങ്കിൽ ആസിഡിൻ്റെ പ്രസൻസിലാണ്, അല്ലെങ്കിൽ ആൽക്കലിയുടെ പ്രസൻസിലാണ്. ഒന്നെങ്കിൽ ഇവിടെ ആസിഡ് എടുക്കാം, അല്ലെങ്കിൽ എന്തെടുക്കാം? ആൽക്കലി എടുക്കാം. ഒന്നെങ്കിൽ ആസിഡ് എടുക്കാം, അല്ലെങ്കിൽ ആൽക്കലി എടുക്കാം. അപ്പം എന്താ സംഭവിക്കാമെന്ന് അറിയോ? ഇതൊരു സിമ്പിൾ ഐഡിയ ആണ്. നിങ്ങൾ നോക്ക്, ഇവിടെ എത്ര H ഉണ്ട്? ശരിക്കും 4 H ഉണ്ട് അല്ലേ? എത്ര ഓക്സിജൻ ഉണ്ട്? 2 ഓക്സിജൻ ഉണ്ട്. അതല്ലേ ആക്ച്വലി ഇവിടെ ഉള്ളത് ആണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ 4 Hൽ 3 H ഈ നൈട്രജനുമായിട്ട് അങ്ങ് കമ്പൈൻ ചെയ്യും. അങ്ങനെ കമ്പൈൻ ചെയ്താൽ ഒരു NH3 പുറത്തു പോയോ? NH3 പുറത്തു പോയി. ഇനി എന്താ ബാക്കിയുള്ളത് നോക്കണേടാ? CH3 ഞാനിവിടെ എഴുതി. ഇവിടെ എന്താ ഉള്ളത്? C ഉണ്ട്. എത്ര ഓക്സിജൻ ഉണ്ട്? 2 ഓക്സിജൻ ഇട്ടു. ഇവിടെ 4 Hൽ 3 H അല്ലേ പോയത്? ഒരു H ബാക്കിയില്ലേ? ആ H ഇവിടെ കൊടുത്തു. ആരാടാ ഇത്? അത് ആസിഡാണ്. ഏത് ആസിഡാണ്? എത്തനോയിക് ആസിഡാണ്. വെരി സിമ്പിൾ ഐഡിയ. അതായത് ഒരു സയനൈഡിന് ആസിഡിന്റെയോ ആൽക്കലി കാറ്റലിസ്റ്റിന്റെയോ പ്രസൻസിൽ ഹൈഡ്രേഷൻ നടത്തുക, വാട്ടറുമായി ട്രീറ്റ് ചെയ്യുക. അപ്പൊ എന്താണ് സംഭവിക്കുക? നമുക്ക് ആസിഡ് കിട്ടും. അതേ പരിപാടിയാണ് അമൈഡിലും. ഞാനിവിടെ ഒരു വാട്ടർ ആഡ് ചെയ്യാണ്. ഇവിടെ ഒരു വാട്ടർ മതി. എന്തിൻ്റെ പ്രസൻസിൽ? ആസിഡിൻ്റെ അല്ലെങ്കിൽ ആൽക്കലിയുടെ പ്രസൻസ്. അത് എന്തായിട്ടാണ് ഉപയോഗിക്കുന്നത്? കാറ്റലിസ്റ്റ് ആയിട്ടാണ്. അപ്പം നിങ്ങൾ നോക്കടാ, ഒന്നുമില്ല, സിമ്പിൾ പരിപാടി. അതായത് ഇവിടെ എന്താ പറയുക, 2 H ഇല്ലേ? അതിൽ ഒരു H NH2മായി കമ്പൈൻ ചെയ്താൽ NH3 ആയി. OH ഇങ്ങോട്ടേക്ക് വാ. അപ്പോൾ പ്രൊഡക്റ്റ് കിട്ടിയില്ലേ? എന്താണ് പ്രൊഡക്റ്റ്? CH3COOH പ്ലസ് എന്താ? NH3. മുകളിൽ കിട്ടിയ അതേ പ്രൊഡക്റ്റ് അല്ലടാ. ഏതാ പ്രൊഡക്റ്റ്? എത്തനോയിക് ആസിഡാണ്. ഗോട്ട് ഇറ്റ്? അപ്പൊ എന്താ നമ്മുടെ പോയിന്റ്? ഒരു സയനൈഡിനെ അല്ലെങ്കിൽ ഒരു നൈട്രൈലിനെ അല്ലെങ്കിൽ ഒരു അമൈഡിനെ നമ്മൾ ആസിഡ് ഓർ ആൽക്കലി കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ ഹൈഡ്രേഷൻ നടത്തിയാൽ നമ്മുടെ പ്രൊഡക്റ്റ് ആസിഡാണ്. നമ്മുടെ പ്രൊഡക്റ്റ്
നമ്മുടെ പ്രോഡക്റ്റ് ആസിഡ് ആണ്. നമ്മുടെ പ്രോഡക്റ്റ് ആസിഡ് ആണ്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ. ഇത് രണ്ടും നിങ്ങൾ മറന്നു കളയരുത്. ഇത് രണ്ടും മക്കളെ നിങ്ങൾ മറന്നു കളയരുത്. മറന്നു കളയരുത് എന്ന് പറഞ്ഞാൽ മറന്നു കളയരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. ഗോട്ട് ഇറ്റ്? യെസ്. അപ്പം നൈട്രൈലിൽ നിന്നും അമൈഡിൽ നിന്നും ആസിഡ് ഉണ്ടാക്കാം. സിമ്പിൾ അല്ലേ ഇത്? ആണ്. അടുത്തത് ഫ്രം ഗ്രിഗ്നാർഡ് റിയേജന്റ്. ഇതും സിമ്പിൾ ആടാ. നിങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുക. നോക്കുക, എന്താ കാർബൺ ഡൈ ഓക്സൈഡ്? സി ഡബിൾ ബോണ്ടോ രണ്ട്, അതായത് ആക്ച്വലി ഇങ്ങനെയല്ല, ആക്ച്വലി ലീനിയർ സ്ട്രക്ചർ ആണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളത്. റിയാക്ഷൻ മനസ്സിലാവാൻ ഇങ്ങനെ എഴുതിയേ ഉള്ളൂ. ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ ഗ്രിഗ്നാർഡ് റിയേജന്റുമായിട്ട് ഈത്തർ മീഡിയത്തിൽ അല്ലെങ്കിൽ ഡ്രൈ ഈത്തർ മീഡിയത്തിലാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ എന്താണ് സംഭവിക്കുക? അതൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നോക്ക്, ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്. ഈ ഗ്രിഗ്നാർഡ് റിയേജനിൽ മെറ്റൽ പോസിറ്റീവ്, ആൽക്കൈൽ ഗ്രൂപ്പ് നെഗറ്റീവ് അല്ലേ? അപ്പൊ നെഗറ്റീവ് ചാർജുള്ള CH3 പോസിറ്റീവ് ചാർജുള്ള കാർബണിന്റെ അടുത്തേക്ക്, പോസിറ്റീവ് ചാർജുള്ള മെഗ്നീഷ്യം നെഗറ്റീവ് ചാർജുള്ള ഓക്സിജന്റെ അടുത്തേക്ക്. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെടാ, ഈ CH2 നേരെ ഈ കാർബണിലേക്കല്ലേ പോകുന്നു? നോക്കിക്കോ, ഈ CH3 നേരെ പോകുന്നത് ഈ കാർബണിലേക്ക്. ആ കാർബണിന്റെ കൂടെ ഡബിൾ ബോണ്ട് ഓക്സിജൻ ഉണ്ട്. ഇത് സിംഗിൾ ബോണ്ട് ഓക്സിജനായി ഓക്സിജന്റെ അടുത്തേക്ക് മെഗ്നീഷ്യം ക്ലോറൈഡ് വന്നു. ഇതിന് നിങ്ങൾ ഹൈഡ്രോളിസിസ് നടത്തുക. ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ എന്താണ് സംഭവിക്കുക? സിമ്പിളാണ്. ബോണ്ട് ഇവിടെ അങ്ങ് ബ്രേക്ക് ചെയ്യും. ഇവിടെ H വരും, ഇവിടെ OH വരും. സോ വാട്ട് വിൽ ബി ദ പ്രോഡക്റ്റ്? CH3 ഇവിടെ ഉണ്ട് മക്കളെ, ശ്രദ്ധിച്ചോ. ഇവിടെ C ഡബിൾ ബോണ്ട് O ഉണ്ട്. പിന്നെ എന്താ ഉള്ളത്? ഇവിടെ OH ഉണ്ട്. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് എത്തനോയിക് ആസിഡ്. എത്തനോയിക് ആസിഡ് പ്ലസ് MgOHCl ബൈപ്രൊഡക്റ്റ്. ബൈപ്രൊഡക്റ്റ് നോട്ട് ചെയ്യേണ്ട. അവിടെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഒരു കാർബോക്സിലിക് ആസിഡ് കിട്ടിയിട്ടുണ്ട്. ഇല്ലടാ, അവിടെ നമുക്കൊരു കാർബോക്സിലിക് ആസിഡ് കിട്ടിയില്ലേ? കിട്ടി. സിമ്പിൾ. അപ്പൊ ഇങ്ങനെ നമുക്ക് കാർബോക്സിലിക് ആസിഡിന് എവിടെ നിന്നുണ്ടാക്കാം? കാർബൺ ഡൈ ഓക്സൈഡിനെ ഗ്രിഗ്നാർഡ് റിയേജന്റുമായി ട്രീറ്റ് ചെയ്തും ഉണ്ടാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. സിമ്പിളാണ്. അടുത്തൊരു പ്രിപ്പറേഷൻ നോക്കാം. ഫ്രം അസൈൽ ഹാലൈഡ് ആൻഡ് അൺഹൈഡ്രൈഡ്. അസൈൽ ഹാലൈഡ് CH3COCl ഒരു അസൈൽ ഹാലൈഡ് ആണ്. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വെരി സിമ്പിളാണ്. വെരി സിമ്പിളാണ്. നമ്മൾ ജസ്റ്റ് വാട്ടറുമായി ട്രീറ്റ് ചെയ്താൽ മതി. അപ്പം എന്താ സംഭവിക്കുക എന്ന് ഞാൻ പറയേണ്ട കാര്യമുണ്ടോടാ? ഇല്ല. ഈ ക്ലോറിന് Hമായി കമ്പൈൻ ചെയ്ത് HCl പുറത്തേക്ക് പോവും, OH ഇങ്ങോട്ടേക്ക് വരും. സോ ദ പ്രോഡക്റ്റ് വിൽ ബി CH3COOH. എന്താണ് ആ പ്രൊഡക്റ്റിന്റെ പേര്? ദാറ്റ് ഈസ് എത്തനോയിക് ആസിഡ്. എന്താ പ്രൊഡക്റ്റിന്റെ പേര്? That is ethanoic acid, carboxylic acid അല്ലേ? സിമ്പിൾ ആണ്. ഇനി അൺഹൈഡ്രൈഡ് നോക്കടാ. ഒരു അൺഹൈഡ്രൈഡ് CH3COOCOCH3. ഇതൊരു അസറ്റിക് അൺഹൈഡ്രൈഡാ. ഇതാണ് നമ്മൾ സിമ്പിളായിട്ട് CH3CO ട്വൈസ് O എന്ന് എഴുതുന്നത്. ഇയാളുടെ പേരെന്താ? അസറ്റിക് അൺഹൈഡ്രൈഡ് ആണ്. അസറ്റിക് അൺഹൈഡ്രൈഡ് ആണ്. അസറ്റിക് അൺഹൈഡ്രൈഡ്. എന്താണ് പേര്? അസറ്റിക് അൺഹൈഡ്രൈഡ്. പേരെന്താ? അസറ്റിക് അൺഹൈഡ്രൈഡ്. ഇതിനെന്താ നമ്മൾ ചെയ്യുന്നത്? ഇതിലേക്കും വാട്ടർ ആഡ് ചെയ്യാണ്. ഇതിലേക്ക് വാട്ടർ ആഡ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? വെരി സിമ്പിൾ. ഇവിടെ ബോണ്ട് അങ്ങ് ബ്രേക്ക് ആവും. ഇവിടെ ബോണ്ട് അങ്ങ് ബ്രേക്ക് ആയിട്ട് എന്താണ്? ഇവിടെ ബോണ്ട് അങ്ങ് ബ്രേക്ക് ആയിട്ട് ഇവിടെ H വരും, ഇവിടെ OH വരും. അപ്പൊ നിങ്ങൾ പറ, ഇവിടെ എന്താ കിട്ടിയത്? നോക്കടാ നിങ്ങൾ. ഇവിടെ CH3 ഇല്ലേ? ഇവിടെ CH3 ഉണ്ട്. ഇവിടെ എന്താ ഉള്ളത്? C ഡബിൾ ബോണ്ട് O ഇല്ലേ? ഉണ്ട്. ഓക്സിജനിലേക്ക് ഇവിടെ OH വന്നു. അപ്പം അത് എത്തനോയിക് ആസിഡ് ആയി. ഇനി ഇവിടെ നോക്ക്, CH3COOH എന്ന് പറഞ്ഞാൽ 2 എത്തനോയിക് ആസിഡ് കിട്ടി. 2 എത്തനോയിക് ആസിഡ് കിട്ടി. ഗോട്ട് ഇറ്റ്? ഇതൊക്കെ സംഭവം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ പരിപാടിയാണ്. പക്ഷേ റിയാക്ഷൻസ് ഓരോ പ്രിപ്പറേഷൻ കഴിയുമ്പോഴും റിയാക്ഷൻ്റെ എണ്ണം ഇങ്ങനെ കൂടുന്നുണ്ട്. അത് നിങ്ങളൊന്ന് വരിയായിട്ട് എഴുതി വെച്ച് 2-3 തവണ റിവൈസ് ചെയ്ത് 2-3 തവണ പേപ്പറിലൊന്ന് എഴുതി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ കുറച്ച് സമയം അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവണം. കുറച്ച് സമയം മാറ്റിവെച്ചോ, എന്നാലും നഷ്ടമാവില്ല. കാരണം എന്താ? പകുതി ചാപ്റ്റർ ഓർഗാനിക് അല്ലേ? ഏറ്റവും വെയിറ്റേജ് ഉള്ള ഏരിയ അല്ലേ അത്? യെസ്. അപ്പോൾ നമുക്ക് അസൈൽ ഹാലൈഡ് ആവട്ടെ, ആസിഡ് അൺഹൈഡ്രൈഡ് ആവട്ടെ, രണ്ടിനെയും ഹൈഡ്രോളിസിസ് നടത്തിയിട്ട് നമുക്ക് എന്തുണ്ടാക്കാൻ കഴിയും? നമുക്ക് കാർബോക്സിലിക് ആസിഡ് ഉണ്ടാക്കാൻ കഴിയും. ഇത്രയുമാണ് നമുക്ക് എസ്റ്ററും കൂടെയാണ് നമുക്ക് എവിടെ പറയാനുള്ളത്? പ്രിപ്പറേഷനിൽ പറയാനുള്ളത്. നോക്കടാ, എന്താ എസ്റ്റർ? എസ്റ്റർ നോക്കിക്കോ. CH3COOC2H5. ഇതൊരു എസ്റ്ററാ. ഈ എസ്റ്ററിന്റെ പേരെന്താ? ഈത്തൈൽ
ഈത്തൈൽ അസറ്റേറ്റ് ആണ്. എടാ ഈ എസ്റ്ററിന്റെ പേരെന്താ? എസ്റ്ററിന്റെ പേര് ഈത്തൈൽ അസറ്റേറ്റ്. എന്താടാ? ഈത്തൈൽ അസറ്റേറ്റ്. ഈ ഈത്തൈൽ അസറ്റേറ്റിനെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഹൈഡ്രോളിസിസ് നടത്തുക ചെയ്യേണ്ടത്. അപ്പൊ എന്താ സംഭവിക്കുക? ഓക്കെ, ഒരു ബേസിന്റെ പ്രസൻസിൽ ഹൈഡ്രോളിസിസ് നടത്തിയാൽ എന്താണ് സംഭവിക്കുക? സിമ്പിൾ ആണ്, പറയേണ്ട കാര്യമില്ല. എന്താ? ഇവിടെ ബോണ്ട് അങ്ങ് ബ്രേക്ക് ആവും. എന്നിട്ടോ ഇവിടെ എച്ച് വരും, ഇവിടെ OH വരും. സോ പ്രോഡക്റ്റ് എന്താടാ? നിങ്ങൾ പറഞ്ഞു ഈ CH3 നോക്കണേടാ, CH3 ഇവിടെ ഉണ്ട്. പിന്നെന്താ? C ഡബിൾ ബോണ്ട് O ഉണ്ട്. ഇവിടെ എന്ത് വന്നു? OH വന്നു. ഇതാരാ? ആസിഡ് ആണ്. ഇനി പ്ലസ് C2H5, ഓക്സിജന്റെ അടുത്തേക്ക് എന്താ വന്നത്? H വന്നു. സോ എത്തനോൾ ആണ്. ഇത് എത്തനോയിക് ആസിഡ് ആണ് അഥവാ ആസിഡ് ആണ്. ഇതെന്താടാ? എത്തനോൾ ആണ്. എത്തനോൾ എന്ന് പറഞ്ഞാൽ പ്രൈമറി ആൽക്കഹോൾ ആണ്. ഗോട്ട് ഇറ്റ്? അപ്പൊ എസ്റ്ററിനെ ഹൈഡ്രോളിസിസ് നടത്തുമ്പോഴും നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ആസിഡ് കിട്ടുന്നുണ്ട്. അപ്പൊ ഏതൊക്കെ പ്രിപ്പറേഷൻ പറഞ്ഞു? ഒന്ന് റിവൈസ് ചെയ്യാം നമുക്ക്. നമ്മൾ പറഞ്ഞത് എന്താ പറയാ? പ്രൈമറി ആൽക്കഹോളിൽ നിന്നും ആൽഡിഹൈഡിൽ നിന്നും ഓക്സിഡേഷനിലൂടെ കാർബോക്സിലിക് ആസിഡ് ഉണ്ടാകുന്നുണ്ട്. ആൽക്കൈൽ ബെൻസീനെ ആൽക്കലൈൻ KMnO4 ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും കിട്ടുക ബെൻസോയിക് ആസിഡ് ആണ്. ഇവിടെ എത്ര കാർബൺ ആറ്റമുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് ആണെങ്കിലും പ്രോഡക്റ്റ് ബെൻസോയിക് ആസിഡ് ആണ്. പിന്നെ നമ്മൾ സയനൈഡിനെയും അമൈഡിനെയും ആസിഡ് ഓർ ആൽക്കലി കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ ഹൈഡ്രോളിസിസ് നടത്തിയപ്പോൾ കാർബോക്സിലിക് ആസിഡ് കിട്ടി. പിന്നെ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിനെ ഡ്രൈ ഈത്തർ മീഡിയത്തിൽ ഗ്രിഗ്നാർഡ് റിയേജന്റുമായി ട്രീറ്റ് ചെയ്തപ്പോൾ കാർബോക്സിലിക് ആസിഡ് കിട്ടി. പിന്നെ നമ്മൾ അസൈൽ ഹാലൈഡ് ആവട്ടെ, ആസിഡ് അൺഹൈഡ്രേറ്റ് ആവട്ടെ, അതിനെ നമ്മൾ ഹൈഡ്രോളിസിസ് നടത്തിയപ്പോൾ കാർബോക്സിലിക് ആസിഡ് ഉണ്ടാക്കി. എസ്റ്ററിന് ഹൈഡ്രോളിസിസ് നടത്തിയപ്പോൾ കാർബോക്സിലിക് ആസിഡ് ഉണ്ടാക്കി. ഇതൊക്കെ കാർബോക്സിലിക് ആസിഡിന്റെ എന്താ മക്കളെ? പ്രിപ്പറേഷൻ ആണ്. ഇതൊക്കെ കാർബോക്സിലിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ ആണ് എന്ന കാര്യം മറക്കാതിരിക്കുക. അടുത്ത പോയിന്റ് ഇതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസാ. ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ ഫിസിക്കൽ സ്റ്റേറ്റും ബോയിലിംഗ് പോയിന്റും സോലബിലിറ്റിയോ പറയാനുള്ളത്. ഫിസിക്കൽ സ്റ്റേറ്റ് ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. എന്താ? ആലിഫാറ്റിക് കാർബോക്സിലിക് ആസിഡ്. ഓക്കെ, ഏതുവരെ? 9 കാർബൺ ആറ്റം വരെയുള്ള ആലിഫാറ്റിക് കാർബോക്സിലിക് ആസിഡുകൾ കളർലെസ് ആയിട്ടുള്ള ലിക്വിഡുകളാണ്. C9 9 വരെയുള്ള കാർബോക്സിലിക് ആസിഡ്, 9 കാർബൺ ആറ്റം വരെയുള്ള കാർബോക്സിലിക് ആസിഡ് എന്താണ്? റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡാണ്. അതേപോലെ തന്നെ അത് കളർലെസ് ആണ്. അതെന്താടാ? കളർലെസ് ആണ്. ഓക്കെ, പിന്നെ അതിൻ്റെ സ്മെൽ എന്താ? ഒരു അൺപ്ലസന്റ് സ്മെല്ലാണ്. അൺപ്ലസന്റ് ഓർഡർ ആണ്. എന്നാൽ ഹയർ ആസിഡ്സ് 9-9 കൂടുതലുള്ള ആളുകൾ ഹയർ ആസിഡ്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് എന്താണ് പറയാനുള്ളത്? ഹയർ ആസിഡ്സ് വാക്സ് ലൈക്ക് സോളിഡ്സ് ആണ്. അതേപോലെ തന്നെ പൊതുവെ അവർ ഓർഡർലെസ് ആണ്. അതേപോലെ തന്നെ അവർ ലോ വോളറ്റൈലുമാണ്. ഇതൊന്നും എക്സാമിന് അങ്ങനെ ചോദിക്കുന്നതല്ല. പക്ഷേ കാർബോക്സിലിക് ആസിഡിന്റെ ഒരു ബേസിക് ഐഡിയ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. 9 കാർബൺ വരെയുള്ള കാർബോക്സിലിക് ആസിഡ് ലിക്വിഡാണ്, കളർലെസ് ആണ്, അൺപ്ലസന്റ് സ്മെല്ലും അഥവാ ഓർഡറും ആണുള്ളത്. ഹയർ ആസിഡ്സ് വാക്സ് ലൈക്ക് സോളിഡ് ആണ്, പ്രത്യേകിച്ച് ഓർഡറൊന്നും ഇല്ല. അതേപോലെ തന്നെ വേപ്പറായിട്ട് പൊതുവെ അങ്ങനെ പോവാറില്ല, ലെസ് വോളറ്റൈൽ ആണ് എന്നും അറിഞ്ഞിരിക്കുക. ഇനി മക്കളെ ഏറ്റവും പ്രധാനപ്പെട്ടത് അയാളുടെ ബോയിലിംഗ് പോയിന്റ്. ഇവിടെ നിങ്ങൾ ചെറിയൊരു കാര്യമേ പഠിച്ചു വെക്കേണ്ടതുള്ളൂ മക്കളെ. ഇതുവരെ നമ്മൾ പഠിച്ച ഓർഗാനിക് കോമ്പൗണ്ട്സിൽ ഏറ്റവും ബോയിലിംഗ് പോയിന്റ് ഉള്ളത് ആൽക്കഹോളിനാണ്. ആ ആൽക്കഹോളിനേക്കാളും ബോയിലിംഗ് പോയിന്റ് ആർക്കുണ്ട്? കാർബോക്സിലിക് ആസിഡ് ഉണ്ട്. അതെന്തുകൊണ്ടാണ് കാർബോക്സിലിക് ആസിഡ് ഉണ്ടാവുന്നത്? അല്ല, ആൽക്കഹോളിന് എന്തുകൊണ്ടാണ് ബോയിലിംഗ് പോയിന്റ് ഉണ്ടായത്? അവർക്കിടയിൽ ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് ഉള്ളത് കൊണ്ടല്ലേ. ഇവിടെയും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. ആൽക്കഹോളിൽ ഉള്ളതിനേക്കാൾ എഫക്റ്റീവായിട്ട് ഇൻറ്റൻസീവായിട്ട് ഹൈഡ്രജൻ ബോണ്ട് ഉള്ളത് കാർബോക്സിലിക് ആസിഡിലാണ്. വളരെ കൂടുതൽ അസോസിയേഷൻ നടക്കുന്നത് എസ്പെഷ്യലി എത്തനോയിക് ആസിഡും ബെൻസോയിക് ആസിഡൊക്കെ അസോസിയേഷൻ വഴി ഡൈമറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അസോസിയേഷൻ ഓഫ് മോളിക്യൂൾ വിത്ത് ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടൊക്കെ വളരെ കൂടുതലുള്ളത് കാർബോക്സിലിക് ആസിഡിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആൽക്കഹോളിനേക്കാളും ബോയിലിംഗ് പോയിന്റ് കാർബോക്സിലിക് ആസിഡിനുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്.
പിന്നെ മക്കളെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് സോലബിലിറ്റിയെ കുറിച്ച് പറയുന്ന സമയത്ത് 2 പോയിന്റാണ് അറിയേണ്ടത്. കാർബോക്സിലിക് ആസിഡ് പൊതുവെ വാട്ടറിൽ എന്താണ്? സോലുബിളാണ്. എന്തുകൊണ്ടാണ് കാർബോക്സിലിക് ആസിഡിന് വാട്ടറിൽ ഡിസോൾവ് ചെയ്യാൻ കഴിയുന്നത്? റീസൺ സിമ്പിളാണ്. അതിന് വാട്ടറുമായിട്ട് ഹൈഡ്രജൻ ബോണ്ട് മേക്ക് ചെയ്യാൻ കഴിയുന്നത് കൊണ്ടാണ്. അത് വാട്ടറിൽ സോലുബിൾ ആവുന്നത് എന്ന കാര്യം മക്കളെ നിങ്ങൾ ഓർത്തിരിക്കുക, പഠിച്ചിരിക്കുക. ഗോട്ട് ഇറ്റ്? യെസ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, നമ്മൾ എപ്പോഴും പറയാറുള്ളതാ, സൈസ് ഓഫ് കാർബോക്സിലിക് ആസിഡ് അല്ലെങ്കിൽ സൈസ് ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് കൂടുമ്പോൾ വാട്ടറിലുള്ള സോലുബിലിറ്റി ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? കുറഞ്ഞു വരും എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അതെല്ലായിടത്തും പറയുന്നതാണ്, അതിവിടെയും പറയുന്നു എന്നേ ഉള്ളൂ കേട്ടോ. യെസ്. ഇനി മക്കളെ നോക്കൂ, അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻസിലേക്ക് നമ്മൾ പോവുകയാണ്. ഒന്നാമത്തെ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് അസിഡിറ്റി ആണ് നമുക്ക് പഠിക്കാനുള്ളത്. OH ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന അസിഡിറ്റി. നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കും മക്കളെ, നമ്മുടെ കാർബോക്സിലിക് ആസിഡിന്റെ പേരിൽ തന്നെ ആസിഡ് ഉണ്ട്. കാർബോക്സിലിക് ആസിഡ് നല്ലൊരു ആസിഡാ. നമ്മൾ ആൽക്കഹോളും ഫിനോളൊക്കെ വീക്ക് ആസിഡാന്ന് പറഞ്ഞില്ലേ, അവിടെ പറഞ്ഞ പോലെ തന്നെ ഈ കാർബോക്സിലിക് ആസിഡും എന്ത് ചെയ്യുന്നുണ്ട്? മെറ്റൽസുമായും ആൽക്കലിയുമായും റിയാക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഹൈഡ്രജൻ ഗ്യാസ് എന്ത് ചെയ്യുന്നുണ്ട്? ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. ആൽക്കഹോളിലും ഫിനോളിലൊക്കെ നമ്മളത് കണ്ടതാണ്. അതേപോലെ കാർബോക്സിലിക് ആസിഡും മെറ്റൽസും ആൽക്കലീസും ഒക്കെ ആയി റിയാക്ട് ചെയ്ത് ഏത് ഗ്യാസ് പുറത്തു വിടുന്നുണ്ട്? ഹൈഡ്രജൻ ഗ്യാസ് പുറത്തേക്ക് വിടുന്നുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. അഥവാ ഹൈഡ്രജൻ റിമൂവ് ചെയ്യുന്നത് പൊതുവെ ആസിഡ് അല്ലേ? യെസ്. ഇനി 1-2 പോയിന്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് അറിയണം. അതിലൊന്ന്, ആൽക്കഹോളും ഫിനോളും ഒന്നും ആരുമായി റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ സോഡിയം കാർബണേറ്റും ബൈകാർബണേറ്റും ഒക്കെ ആയി റിയാക്ട് ചെയ്ത് കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ലിബറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം അവരൊക്കെ വീക്ക് ആസിഡുകളാണ്. എന്നാൽ കാർബോക്സിലിക് ആസിഡ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ കാർബണേറ്റുകളും ബൈകാർബണേറ്റുകളും ഒക്കെ ആയി റിയാക്ട് ചെയ്ത് കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് പുറത്തു വിടുന്നുണ്ട്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ബ്രിസ്ക് എഫർവസൻസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് നമ്മൾ ലാബിൽ എഴുതിയിട്ടുണ്ട്, റെക്കോർഡിൽ എഴുതിയിട്ടുണ്ട്. ബ്രിസ്ക് എഫർവസൻസ് ഒരു പദം പോലെ വരുന്നതല്ലേ ബ്രിസ്ക് എഫർവസൻസ്? അത് കാർബൺ ഡയോക്സൈഡിൻ്റെ റിമൂവൽ കാരണം ഉണ്ടാവുന്നതാണ്. ആ ആൽക്കഹോളും ഫിനോളും അങ്ങനെ കാർബൺ ഡയോക്സൈഡ് ലിബറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എപ്പോൾ? കാർബണേറ്റുകളും ബൈകാർബണേറ്റുകളുമായി റിയാക്ട് ചെയ്തപ്പോൾ. എന്നാൽ കാർബോക്സിലിക് ആസിഡ് എന്ത് ചെയ്യുന്നുണ്ട്? അത് ലിബറേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം മക്കളെ നിങ്ങൾ മറന്നു കളയരുതേ, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത്, കാർബോക്സിലിക് ആസിഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് ഹൈഡ്രോണിയം അയോൺ നമുക്ക് തരുന്നുണ്ട്. അഥവാ H+ പുറത്ത് വിടുന്നുണ്ട് എന്നർത്ഥം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കാർബോക്സിലിക് ആസിഡ് CH3COOH, അതിനെ മക്കളെ നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക? ഇയാൾ H+ പുറത്തു വിടും, അത് വാട്ടർ സ്വീകരിക്കും, അപ്പം നമുക്ക് H3O+ കിട്ടും. ബാക്കി എന്താ ഉണ്ടാവുന്നത്? CH3COO-. ഓക്കെ, ഈ H3O+ കിട്ടുന്നത് കൊണ്ട് തന്നെ, അഥവാ ഇയാൾ H+ പുറത്തു വിട്ടത് കൊണ്ട് തന്നെ ഇയാൾ ഒരു ആസിഡാണ് എന്ന് ഒരു സംശയവുമില്ലാതെ നമുക്ക് പറയാൻ കഴിയും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഫോം ചെയ്ത CH3COO- ഇല്ലേ, അതാരാടാ? അത് അസറ്റേറ്റ് അയോൺ ആണ്. ബേസിക്കലി പറയുമ്പോൾ കാർബോക്സിലേറ്റ് അയോൺ ആണ്. ആ കാർബോക്സിലേറ്റ് അയോണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതെന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റെബിലൈസ് ചെയ്യുന്നുണ്ട്. സ്റ്റെബിലൈസ് ബൈ എന്താണ്? റെസൊണൻസിലൂടെ അത് സ്റ്റെബിലൈസ് ചെയ്യപ്പെടുന്നുണ്ട്. എടാ, റെസൊണൻസിലൂടെ അത് സ്റ്റെബിലൈസ് ചെയ്യപ്പെടുന്നുണ്ട്. അത് സ്റ്റെബിലൈസ് ചെയ്യപ്പെടും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു ആസിഡ്, ആ ആസിഡ് H+ വിട്ടുകൊടുത്ത് കാർബോക്സിലേറ്റ് അയോൺ അല്ലേ ഉണ്ടാവുക? ആ കാർബോക്സിലേറ്റ് അയോൺ ഓൾറെഡി സ്റ്റേബിൾ ആണെങ്കിൽ പിന്നെ H+ വിട്ടുകൊടുക്കുന്നതുകൊണ്ട് എന്തോ ബുദ്ധിമുട്ടുണ്ടോ? ഞാനൊരു ആസിഡാണ്, H+ വിട്ടുകൊടുത്താലും എൻ്റെ സ്റ്റെബിലിറ്റിക്ക് ഒരു മാറ്റവും ഇല്ല, എൻ്റെ സ്റ്റെബിലിറ്റിക്ക് ഒരു പ്രശ്നവും ഇല്ല. എങ്കിൽ അത് വിട്ടുകൊടുക്കുന്നത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടോടാ? എനിക്കൊരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല. അതുകൊണ്ട് തന്നെ അയാൾക്ക് സിമ്പിളായിട്ട് H+ വിട്ടുകൊടുക്കാൻ കഴിയും, അതിന് നല്ലൊരു ആസിഡായിട്ട് ആക്ട് ചെയ്യാൻ കഴിയും. ഇനി മക്കളെ, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, ഒരാളുടെ ആസിഡിക് സ്ട്രെങ്ത് നമ്മൾ എങ്ങനെയാണ് പറയുക? അതിൻ്റെ Ka വാല്യൂ വെച്ചിട്ടാണ് പറയുക.
Ka വാല്യൂ കൂടുമ്പോൾ അതിൻ്റെ അസിഡിക് സ്ട്രെങ്ത് കൂടുമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. Ka ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? അതിൻ്റെ അസിഡിക് സ്ട്രെങ്ത്. ആ Ka-യുടെ നെഗറ്റീവ് ലോഗരിതം എടുത്താൽ നമുക്ക് pKa ആണ് കിട്ടുക. pKa-യുടെ വാല്യൂ കൂടുമ്പോൾ അസിഡിക് സ്ട്രെങ്ത് കുറയുകയാണ് ചെയ്യുക. pKa ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? അസിഡിക് സ്ട്രെങ്ത് ആണ്. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ്. എന്താണ്? Ka-യുടെ വാല്യൂയും അസിഡിക് സ്ട്രെങ്ത്തും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. pKa-യുടെ വാല്യൂയും അസിഡിക് സ്ട്രെങ്ത്തും എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്ത് പ്രൊപ്പോർഷണലാണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഇത് മക്കളെ മറന്നു കളയരുതേ, ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു കളയരുത്. Ka-യും അസിഡിക് സ്ട്രെങ്ത്തും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. pKയും അസിഡിക് സ്ട്രെങ്ത്തും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി മക്കളെ നോക്കൂ, കമ്പാരിസൺ ഓഫ് അസിഡിക് ക്യാരക്ടറിന്റെ കമ്പാരിസണിൽ മക്കൾ മനസ്സിലാക്കേണ്ട കാര്യം, മിനറൽ ആസിഡ്സ് ഉണ്ടല്ലോ, ഏത്? സൾഫ്യൂരിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, അവരൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കാർബോക്സിലിക് ആസിഡിന്റെ അസിഡിക് സ്ട്രെങ്ത് കുറവാണ്. എന്നാൽ ഓർഗാനിക് ആസിഡുകൾ ഉണ്ടല്ലോ, നമ്മൾ ആൽക്കഹോളും ഫിനോളിനും ഒക്കെ അസിഡിക് ക്യാരക്ടർ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. ഓർഗാനിക് കോമ്പൗണ്ടുകളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആസിഡ് കാർബോക്സിലിക് ആസിഡാ. അതിൽ ഒന്നാമൻ കാർബോക്സിലിക് ആസിഡാ. പക്ഷെ മിനറൽ ആസിഡുമായി കമ്പയർ ചെയ്യുമ്പോൾ അസിഡിക് സ്ട്രെങ്ത് കുറവാണ്. പക്ഷെ ഓർഗാനിക് ആസിഡുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കാർബോക്സിലിക് ആസിഡിന്റെ അസിഡിക് സ്ട്രെങ്ത് വളരെ കൂടുതലാണെന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഇനി മക്കളെ അറിയേണ്ടത്, കാർബോക്സിലിക് ആസിഡിന്റെ അസിഡിക് സ്ട്രെങ്ത്തിനെ എഫക്റ്റ് ചെയ്യുന്ന രണ്ടാളുകളുണ്ട്. ഒന്ന് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്, രണ്ട് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. എന്താ അറിയേണ്ടത്? ചെറിയൊരു പോയിന്റ് അറിഞ്ഞാൽ മതി. എന്താ? ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്, ഇലക്ട്രോണിനെ പിടിച്ചു വലിക്കുന്ന ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്, അയാൾ അസിഡിക് സ്ട്രെങ്ത് കൂട്ടാണ് ചെയ്യുക. എന്നാൽ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, അയാൾ അസിഡിക് സ്ട്രെങ്ത് കുറയ്ക്കുകയാണ് ചെയ്യുക. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് എന്താണ് ചെയ്യുക? ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് അസിഡിക് സ്ട്രെങ്ത് കൂട്ടാണ് ചെയ്യുക. ഓക്കെ, അതേസമയം ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് അസിഡിക് സ്ട്രെങ്ത് എന്താ ചെയ്യുക? അത് മറന്നു പോകരുതേ. അസിഡിക് സ്ട്രെങ്ത് എന്താ ചെയ്യുക? അത് കുറയ്ക്കുകയാണ് ചെയ്യുക. ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്ന ആള് അസിഡിക് സ്ട്രെങ്ത് കുറയ്ക്കാൻ കാരണമാവും. ഇലക്ട്രോണിനെ വിഡ്രോ ചെയ്യുന്ന ആള് അസിഡിക് സ്ട്രെങ്ത് കൂടാനും കാരണമാവും. അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഗോട്ട് ഇറ്റ്? യെസ്. അപ്പോൾ അതാണ് അസിഡിക് നേച്ചറുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, അഥവാ OH ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന റിയാക്ഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അസിഡിക് നേച്ചറിനെ കുറിച്ചൊരു ഐഡിയ മക്കൾക്ക് ഉണ്ടാവണം. ഇനി എന്താടാ? COH ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നതാ പറയുന്നത്. അതിൽ ആദ്യത്തത് ഫോർമേഷൻ ഓഫ് അൺഹൈഡ്രൈഡ്. ഇത് അറിഞ്ഞിരിക്കേണ്ടതാണ്. എങ്ങനെയാണ് അൺഹൈഡ്രൈഡ് ഉണ്ടാവുക? സിമ്പിളാ, ഞാൻ പഠിപ്പിച്ചു തരാം. നോക്കടാ, ഞാൻ 2 ആസിഡ് എടുക്കാം കേട്ടോ. ഏതാടാ അത്? എത്തനോയിക് ആസിഡാണ്, CH3COOH. അടുത്തത് CH3COOH, 2 എത്തനോയിക് ആസിഡ് എടുത്തു. ആ എത്തനോയിക് ആസിഡിനെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒന്ന് ഹീറ്റ് ചെയ്യുക. ആരുമായിട്ടാണ് ഹീറ്റ് ചെയ്യുന്നത്? ആസിഡ്. നമുക്കവിടെ സൾഫ്യൂരിക് ആസിഡ് എടുക്കാം, H2SO4 എടുക്കാം, അല്ലെങ്കിൽ അവിടെ P2O5 എടുക്കാം. എന്തിൻ്റെങ്കിലും ഒരു പ്രസൻസിൽ നിങ്ങൾ അങ്ങ് ഹീറ്റ് ചെയ്യുക. അങ്ങനെ ഹീറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക എന്നറിയടാ? സിമ്പിളായുള്ളൊരു സംഭവമാണ്. ഒരു Hഉം ഒരു OHഉം കമ്പൈൻ ചെയ്ത് വാട്ടർ പുറത്തേക്ക് പോകും. അപ്പം എന്താ സംഭവിക്കുക? സിമ്പിളാണ്. നോക്ക് നിങ്ങൾ, ഇവിടെ CH3CO ഇല്ലേ? CH3CO ഉണ്ട്. ഇവിടെയും CH3CO ഇല്ലേ? ഉണ്ട്. CH3CO. പിന്നെയോ ഇവിടെ ഒരു ഓക്സിജൻ ഉണ്ട്. ആ ഓക്സിജൻ ഈ കാർബണുമായിട്ട് ബോണ്ട് ഉണ്ടാക്കും. അപ്പോൾ ഇവിടെ എന്താ ഉള്ളത്? ഓക്സിജൻ ഉണ്ട്, അത് ഈ കാർബണുമായിട്ട് ബോണ്ട് ഉണ്ടാക്കും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ചുരുക്കി എങ്ങനെ എഴുതുക? ഇവിടെ CH3CO, ഇവിടെയും CH3CO. അപ്പോൾ CH3CO 2 ഉണ്ട്. പുറത്തൊരു ഓക്സിജൻ. അപ്പോൾ അതാണ് CH3CO twice O. എന്താ പേര്? അസെറ്റിക് അൺഹൈഡ്രൈഡ്. മക്കളെ, ഇതിനെ വാട്ടറുമായി ട്രീറ്റ് ചെയ്താൽ ആസിഡ് കിട്ടുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് കേട്ടോ. യെസ്, കാരണം ഇത് വാട്ടർ പുറത്തു പോകുമ്പോഴാണ് ഇത് അൺഹൈഡ്രേറ്റായി മാറുന്നത്. അതിനെ വാട്ടറുമായി ട്രീറ്റ് ചെയ്താൽ തിരിച്ച് ആസിഡ് തന്നെ ആയിട്ട് മാറുന്നുള്ളതാണ്. അപ്പോൾ അൺഹൈഡ്രേറ്റിൻ്റെ ഫോർമേഷൻ നടക്കുന്ന സമയത്ത് കാർബണിൻ്റെയും OHൻ്റെ ഇടയിലുള്ള ബോണ്ട് ബ്രേക്ക് ആവുന്നുണ്ട്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. അടുത്ത മക്കളെ നോക്കൂ, എസ്റ്ററിഫിക്കേഷൻ. എക്സാമിന് എപ്പോഴും ചോദിക്കാറുണ്ട്. ഇത് കഴിഞ്ഞ ചാപ്റ്ററിൽ ആൽക്കഹോളിലും പഠിച്ചതാണ്. കാരണം എന്താ?
ആസിഡ് ഒറ്റയ്ക്ക് റിയാക്ട് ചെയ്താൽ എസ്റ്റർ ഉണ്ടാവില്ല. ആസിഡ് ആൽക്കഹോളിന്റെ കൂടെ റിയാക്ട് ചെയ്യുമ്പോഴാണ് എസ്റ്റർ ഉണ്ടാവുക. അപ്പോൾ ആൽക്കഹോളിന്റെയും പ്രോപ്പർട്ടിയിൽ ഇത് വരുന്നുണ്ട്, ആസിഡിന്റെയും പ്രോപ്പർട്ടിയിൽ ഇത് വരുന്നുണ്ട്. എന്താ? ആദ്യം തന്നെ ഒരു കാർബോക്സിലിക് ആസിഡ് എടുക്കുക, CH3COOH. ധാരാടാ ഇത് എത്തനോയിക് ആസിഡ്. എത്തനോയിക് ആസിഡ് ഇതിനെ മക്കളെ ആൽക്കഹോളോ അല്ലെങ്കിൽ ഫിനോളോ ഒക്കെ ആയി ട്രീറ്റ് ചെയ്യുക. ഞാൻ ഏതാ എടുക്കുന്നത്? ഞാൻ എടുക്കുന്നത് C2H5OH. ആരാ ഇത്? എത്തനോളാണ്. ഓക്കെ, ഇതിനെ മക്കളെ നിങ്ങൾ ഹീറ്റ് ചെയ്യണം. എന്തിന്റെ പ്രസൻസില? കോൺസെൻട്രേറ്റഡ് H2SO4ന്റെ അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് HCl ഗ്യാസിന്റെ ഒക്കെ പ്രസൻസിലാ ചെയ്യേണ്ടത്. അപ്പൊ എന്താ സംഭവിക്കാന്ന് അറിയോടാ? സിമ്പിളാണ്. ഈ ബോണ്ട് അങ്ങ് ബ്രേക്ക് ആവും, ഇവിടെ ഈ ബോണ്ടും ബ്രേക്ക് ആവും. അപ്പൊ OHും Hും കമ്പൈൻ ചെയ്ത് വാട്ടർ പുറത്തേക്ക് പോകും. എന്നിട്ട് ഇവരങ്ങ് കണക്ട് ചെയ്താൽ മതി. എങ്ങനെ കണക്ട് ചെയ്യാൻ നോക്ക്? CH3 ഞാൻ എഴുതി. ഓക്കെ, പിന്നെന്താ ഉള്ളത്? C+O എഴുതി. ഈ C+O നേരെ പോകുന്നത് ഈ ഓക്സിജനിലേക്കാണ്. ആ ഓക്സിജന്റെ അടുത്തേക്ക് അടുത്താരാ ഉള്ളത്? C2H5. എന്താണ് പേര് ഇതിന്റെ? ഈഥൈൽ അസറ്റേറ്റ്. അതാരാ? അതൊരു എസ്റ്റർ ആണ്. മക്കളെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നേരത്തെ നമ്മൾ എസ്റ്ററിൽ നിന്നും ആസിഡും ആൽക്കഹോളും ഉണ്ടാക്കിയിരുന്നു. കാരണം എന്താ? ഇത് രണ്ടും കമ്പൈൻ ചെയ്യുമ്പോൾ വാട്ടർ പുറത്തേക്ക് പോകുമ്പോഴല്ലേ എസ്റ്റർ ഉണ്ടാവുക. അപ്പൊ എസ്റ്ററിനെ വാട്ടറുമായി ട്രീറ്റ് ചെയ്താൽ ആസിഡും എത്തനോളും കിട്ടും. അതായത് പ്രിപ്പറേഷനിൽ പറഞ്ഞ ഒരു റിയാക്ഷൻ ഉണ്ടല്ലോ, അത് തിരിച്ചെഴുതി എന്നേ ഉള്ളൂ. ഇനി കഴിഞ്ഞ ചാപ്റ്ററിന്റെ പേരെന്താ? ആൽക്കഹോൾ, ഫിനോൾസ് ആൻഡ് ഈത്തർ അല്ലേ? ആ ആൽക്കഹോളിന്റെ പ്രോപ്പർട്ടിയിലും നമ്മൾ എസ്റ്ററിഫിക്കേഷൻ, എസ്റ്റർ ഉണ്ടാവുന്നത് ഡിസ്കസ് ചെയ്തിരുന്നു. അത് നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്, പഠിച്ചിരിക്കേണ്ടതാണ്, മറന്നു കളയരുത് കേട്ടോടാ. യെസ്, അടുത്തത് റിയാക്ഷൻ വിത്ത് PCl3 PCl5SOCl2. ഇത് ഞാൻ പറയാന്ന് പറഞ്ഞാൽ എത്ര വിഷമാടാ അത്. കഴിഞ്ഞ ചാപ്റ്ററിലും നമ്മൾ പഠിച്ചു, അതിന്റെ മുന്നേ ഉള്ള ചാപ്റ്ററിലൊക്കെ പഠിച്ചതല്ലേ. എന്നാലും ഞാനൊന്ന് പറയാം. ഒരു ആസിഡ് നോക്ക്, CH3COOH. ഒന്നുകൂടെ എഴുതാണെടാ. എത്തനോയിക് ആസിഡ് ആണ് CH3COOH. ഒന്നുകൂടെ ഇതാണ് CH3COOH. ആരുമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്? ഒന്ന് PCl3, പിന്നെ ആരാടാ? PCl5, പിന്നെ ആരാടാ? SOCl2. അല്ലെ? ഓർമ്മയില്ലടാ നിങ്ങൾക്ക്? ഇതിൽ ബെസ്റ്റ് മെത്തേഡ് തയോണൈൽ ക്ലോറൈഡ് ഉപയോഗിച്ചിട്ടുള്ളതൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? PCl3 ആണെങ്കിൽ 3:1 ചെയ്യണം എന്നൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? സെയിം പരിപാടി. എന്താണടാ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഹാലോ ആൽക്കെയിൻ പ്രിപ്പറേഷൻ ഓഫ് ഫ്രം ആൽക്കഹോൾ എങ്ങനെയാ പറഞ്ഞത്? ഈ റിയാക്ഷൻ നടക്കുമ്പോൾ കാർബണിന്റെയും OHന്റെയും ഇടയിലുള്ള ബോണ്ട് ബ്രേക്ക് ആവുന്നല്ലേ? അതേപോലെ ബ്രേക്ക് ആവും. എന്നിട്ട് ഓരോ ക്ലോറിൻ അങ്ങോട്ടേക്ക് വരുന്നല്ലേ? അത് തന്നെയാ നടക്കുന്നത്. ഒരു വ്യത്യാസവും ഇല്ല. നോക്കടാ നിങ്ങൾ, 3 CH3CO. ഇങ്ങോട്ടേക്ക് ഒരു ക്ലോറിൻ വരും. ഇവിടെ എന്താ ഉണ്ടാവുക? സെയിം പ്രൊഡക്റ്റ്. ഓർമ്മയില്ലേ? നിങ്ങൾക്ക് ഒരേപോലെയുള്ള പ്രൊഡക്റ്റാണ് കിട്ടിയിരുന്നത്. ഒരേപോലെയുള്ള പ്രൊഡക്റ്റാ CH3COCl. അവിടെ നമുക്ക് ഹാലോ ആൽക്കെയിൻ ആണ് കിട്ടിയിരുന്നതെങ്കിൽ ഇവിടെ ഒരു CO ഉള്ളത് കൊണ്ട് ആസിഡ് ക്ലോറൈഡ് ആണ് കിട്ടുന്നത് എന്നത് മാത്രമാണ് വ്യത്യാസം. വേറൊരു വ്യത്യാസവും ഇല്ല. ഇനി ബൈ പ്രൊഡക്റ്റ് എഴുതണമെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല. അവിടെയുള്ള അതേ ബൈ പ്രൊഡക്റ്റാ H3PO3 ആണ് ബൈ പ്രൊഡക്റ്റ്. PCl3 ആഡ് ചെയ്യുമ്പോൾ, PCl5 ആഡ് ചെയ്യുമ്പോഴോടാ HCl ഉണ്ട്, അതേപോലെ തന്നെ POCl3 ഉണ്ട്. തയോണൈൽ ക്ലോറൈഡ് ആഡ് ചെയ്യുമ്പോഴോ HCl ഗ്യാസ് ഉണ്ട്, SO2 ഗ്യാസ് ഉണ്ട്. ബൈ പ്രോഡക്റ്റുകൾ ഗ്യാസ് ആയതുകൊണ്ട് അത് അറ്റ്മോസ്ഫിയറിലേക്ക് എസ്കേപ്പ് ചെയ്യുന്നത് കൊണ്ട് പ്യുവർ ആസിഡ് ക്ലോറൈഡ് അവിടെ ഫോം ചെയ്യും. അതുകൊണ്ട് ഇതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ആസിഡ് ക്ലോറൈഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. ഒരു പ്രശ്നവും ഇല്ല. ഈ മൂന്നാളുകളുടെ റിയാക്ഷൻ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്, ആൽക്കഹോൾ ഫിനോളിൽ. അതിന്റെ മുന്നേയുള്ള ഹാലോ ആൽക്കെയിനിൽ പഠിക്കുന്നുണ്ട്, ഇവിടെയും പഠിക്കുന്നുണ്ട്. സിമ്പിൾ. പറയാൻ പറ്റണം, ഒരു ഇൻട്രൊഡക്ഷനും ഇല്ലാതെ പെട്ടെന്ന് എഴുതാൻ പറ്റണം അത്. കാരണം 3 ചാപ്റ്ററിലും പറയുന്ന റിയാക്ഷനാ അല്ലടാ. അടുത്തത് റിയാക്ഷൻ വിത്ത് അമോണിയ. ഇതൊന്ന് ശ്രദ്ധിക്കേണ്ടതാകട്ടോടാ. ഞാൻ പറഞ്ഞു തരാം. എന്താ ഐഡിയ? ഒരു ആസിഡ് നമുക്ക് എടുക്കാം, CH3COOH. ഇതാരാ? എത്തനോയിക് ആസിഡ്. എത്തനോയിക് ആസിഡ്. മക്കളെ, അതിനെ നമ്മൾ അമോണിയയുമായി ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടാന്നറിയോ? ഒരു അമോണിയം സാൾട്ട് കിട്ടും. ഇത് ആസിഡ് ആണല്ലോ, ഇയാൾ H+ വിട്ടു കൊടുക്കുമല്ലോ. അപ്പൊ CH3COO- അല്ലേ ഉണ്ടാവുക? ആണ്. ഈ H+ NH3 സ്വീകരിച്ചാൽ NH4+ ഉണ്ടാവൂലേ? അപ്പൊ ഈ മൈനസും പ്ലസും കമ്പൈൻ ചെയ്യും. ഇപ്പൊ എന്താ ഉണ്ടാവുക? CH3COO- NH4+. ഇങ്ങനൊരു സാൾട്ടാണ് ഉണ്ടാവുക. ഓക്കെ, ഇതിനെന്താണ് പേര്? ഇതിന്റെ പേരെന്താ? അമോണിയം അസറ്റേറ്റ് എന്ന പേര്.
അമോണിയം അസറ്റേറ്റ്. എടാ, ആ അമോണിയം അസറ്റേറ്റിനെ നന്നായിട്ടൊന്ന് ഹീറ്റ് ചെയ്യുക. ഈ അമോണിയം അസറ്റേറ്റിനെ നന്നായിട്ടൊന്ന് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കാന്നറിയോടാ? എന്താ സംഭവിക്കാന്നറിയോ? ഇവിടെയുള്ള ഒരു ഓക്സിജനും ഇവിടുന്ന് 2 ഹൈഡ്രജനും കമ്പൈൻ ചെയ്ത് വാട്ടർ പോവും. എന്നിട്ട് അമൈഡ് ഉണ്ടാവും. നോക്ക്, CH3CO. CO എന്ന് പറഞ്ഞാൽ C ഡബിൾ ബോണ്ട് O. പിന്നെന്താ ഉണ്ടാവുക? ഒരു നൈട്രജന് 2 ഹൈഡ്രജൻ. അമൈഡ് എന്താ പോയത്? H2O പോയി. ഇവിടെ എന്തുണ്ടായി? അമൈഡ് ഉണ്ടായി. ദിസ് ഇസ് ദ ഫോർമേഷൻ. Got it? അപ്പോൾ ഒരു കാർബോക്സിലിക് ആസിഡിനെ അമോണിയയുമായി ട്രീറ്റ് ചെയ്താൽ നമുക്കൊരു സാൾട്ടാണ് കിട്ടുക. ഇവിടെ കിട്ടിയത് അമോണിയം അസറ്റേറ്റ് സാൾട്ടാണ്. അതിനെ ഹീറ്റ് ചെയ്താൽ വാട്ടർ പോയിട്ട് അമൈഡാണ് അവിടെ ഫോം ചെയ്യുക. എന്താണ് ഫോം ചെയ്യുക? അമൈഡ്. ഇതൊന്ന് നോട്ട് ചെയ്യേണ്ടതാണ് മക്കളെ. ഈ റിയാക്ഷൻ ഒന്ന് നോട്ട് ചെയ്യേണ്ടതാണ്. കാർബോക്സിലിക് ആസിഡിനെ അമോണിയയുമായി ട്രീറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക എന്നുള്ള കാര്യം മക്കളൊന്ന് നോട്ട് ചെയ്യേണ്ടതാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. Got it? യെസ്. അടുത്തത് റിയാക്ഷൻ ഇൻവോൾവിങ് COOH ഗ്രൂപ്പ്. ഇവിടെ 1-2 കാര്യങ്ങളാണ് പറയാനുള്ളത്. ആദ്യത്തത് റിഡക്ഷൻ ആണ്. റിഡക്ഷൻ ഇത് പറയേണ്ട കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ നിങ്ങളൊരു കാര്യം ചോദിക്കട്ടെ. ഒരു ബേസിക് ഐഡിയ ആണ്. ഒരു കാർബോക്സിലിക് ആസിഡ് എങ്ങനെയാണ് ഉണ്ടായത്? ബേസിക്കലി ഒരു ആൽഡിഹൈഡ് ഓക്സിഡൈസ് ചെയ്താൽ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു പ്രൈമറി ആൽക്കഹോളിനെ ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ഉപയോഗിച്ച് ഓക്സിഡൈസ് ചെയ്താൽ ഉണ്ടാവാം, അല്ലേ? അപ്പോൾ ഒരു കാർബോക്സിലിക് ആസിഡിനെ ഒരു സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ് ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്താൽ എന്താ ഉണ്ടാവുക? പ്രൈമറി ആൽക്കഹോൾ ഉണ്ടാവും. കാരണം ഒരു പ്രൈമറി ആൽക്കഹോളിനെ ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ഓക്സിഡൈസ് ചെയ്താലല്ലേ നമുക്ക് ആസിഡായി മാറുക. അപ്പോൾ ആസിഡിനെ സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ് ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്താൽ പ്രൈമറി ആൽക്കഹോൾ ഉണ്ടാവുക. പറയേണ്ട കാര്യം പോലും ഇല്ല. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നോക്ക്, CH3COOH. ഇത് എത്തനോയിക് ആസിഡ് ആണ്. എത്തനോയിക് ആസിഡ് ആണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ലിത്തിയം അലുമിനിയം ഹൈഡ്രൈഡ് പോലെയുള്ള അല്ലെങ്കിൽ സോഡിയം ബോറോഹൈഡ്രേറ്റ് പോലെയുള്ള സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ് ഉപയോഗിച്ച് റിഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റുള്ള പ്രൈമറി ആൽക്കഹോൾ ഉണ്ടാവുക. CH3CH2OH. ഇതാരാടാ? ഇത് എത്തനോൾ ആണ്. എത്തനോൾ. Got it? അപ്പോൾ ആ ഒരു പോയിന്റ് അറിഞ്ഞാൽ മതി. അതായത് ഇയാളെ നമ്മൾ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ഉപയോഗിച്ച് ഓക്സിഡൈസ് ചെയ്യപ്പോൾ എന്ത് കിട്ടി? ഇയാളെ സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ് ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്താൽ പ്രൈമറി ആൽക്കഹോൾ കിട്ടും. നോട്ട് ചെയ്ത് വെക്കുക. ഇനി മക്കളെ, ഡീകാർബോക്സിലേഷൻ നോട്ട് ചെയ്യേണ്ട റിയാക്ഷനാ. എന്താ ഡീകാർബോക്സിലേഷൻ? റിമൂവൽ ഓഫ് കാർബൺ ഡയോക്സൈഡ്. ഞാൻ പറഞ്ഞുതരാം, നോക്കിക്കോ. CH3COOH. എന്താ പേര്? എത്തനോയിക് ആസിഡ്. അതിനെ നിങ്ങൾ NaOH ട്രീറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ കിട്ടുക? സോഡിയം അസറ്റേറ്റ്. അപ്പോൾ നിങ്ങൾ സോഡിയം സാൾട്ടാണ് എടുക്കേണ്ടത് കേട്ടോ. സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം സാൾട്ട് നിങ്ങൾക്ക് എടുക്കാം. സോറി, ഇവിടെ നിങ്ങൾ സോഡിയം സാൾട്ട് തന്നെ എടുക്കണം. അപ്പോൾ എന്താ? CH3COONA എന്ന് കിട്ടും. എന്താ പേര്? സോഡിയം സാൾട്ട് ഓഫ് അസറ്റിക് ആസിഡ് ആണ്, അല്ലെങ്കിൽ സോഡിയം അസറ്റേറ്റ് എന്ന് പറയാം. എന്താണ് പറയാൻ പറ്റുക? സോഡിയം അസറ്റേറ്റ്. ഈ സോഡിയം അസറ്റേറ്റിനെ സോഡ ലൈമുമായി ട്രീറ്റ് ചെയ്യണം. ആരുടെ സോഡ ലൈമ്? സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെയും കാൽസ്യം ഓക്സൈഡിൻ്റെയും മിക്സറാണ്. സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെയും കാൽസ്യം ഓക്സൈഡിൻ്റെയും മിക്സറാണ് സോഡ ലൈം. ആരാടാ? സോഡ ലൈം. അപ്പം എന്താ സംഭവിക്കുക? വെരി സിമ്പിൾ ആണ്. ശ്രദ്ധിച്ചോ, ഇവിടെയുള്ള ഹൈഡ്രജൻ ഈ കാർബൺ ആറ്റത്തിലേക്ക് വരും. അപ്പം എന്താ നമുക്ക് കിട്ടുക? ഈ CH3 എന്നുള്ളത് CH4 ആയിട്ട് മാറും. ആരാ CH4? ദാറ്റ് ഇസ് മീത്തൈൻ. ഇനി ആരൊക്കെയാ ബാക്കിയുള്ളത്? ഇവിടെ ഒരു സോഡിയം, ഇവിടെ ഒരു സോഡിയം, ദാറ്റ് ഇസ് Na2. ഇവിടെ ഒരു കാർബൺ, ഇവിടെ 2 ഓക്സിജൻ, ഇവിടെ ഒരു ഓക്സിജൻ, CO3. Na2CO3. ആരാ ഇത്? സോഡിയം കാർബോണേറ്റ്. സോഡിയം കാർബോണേറ്റ്. Got it? Yes. ഇനി മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ റിയാക്ഷൻ നടന്നപ്പോൾ CH3 അല്ലാത്ത ബാക്കിയുള്ള എല്ലാവരും പോയി, പകരം ഒരു H വന്നു. അതല്ലേ സംഭവിച്ചത്? അങ്ങനെയാണല്ലോ മീത്തൈൻ ഉണ്ടാവുന്നത്. അപ്പോൾ CH3 അല്ലാത്ത ബാക്കിയുള്ള എല്ലാവരും പോയി എന്ന് പറയുമ്പോൾ അതിൽ COO പോകുന്നില്ലേ? ഉണ്ട്. ആ COO എന്ന് പറഞ്ഞാൽ ആരാ? CO2. അപ്പോൾ CO2 പോകുന്നില്ലേ? പോകുന്നുണ്ട്. റിമൂവൽ ഓഫ് CO2 എന്താ? റിമൂവൽ ഓഫ് CO2വിനെയാണ് ഡീകാർബോക്സിലേഷൻ എന്ന് പറയുന്നത്. കാർബൺ ഡയോക്സൈഡ് റിമൂവ് ചെയ്യപ്പെടുന്ന പ്രോസസ്സിനെയാണ് ഡീകാർബോക്സിലേഷൻ എന്ന് പറയുന്നത്. മക്കളെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. റിമൂവൽ ഓഫ് കാർബൺ ഡയോക്സൈഡ് ആണ് ഡീകാർബോക്സിലേഷൻ എന്നുള്ള കാര്യം മക്കള് മറന്നു കളയരുത്. ഗോട്ട് ഇറ്റ്? റെഡി അല്ലടാ? ഓക്കെ അല്ലേ? യെസ്. അടുത്തത് ഇനി കാൾബ്സ് റിയാക്ഷൻ. ഇതും ഇമ്പോർട്ടൻ്റാണ്. ഞാൻ പറഞ്ഞുതരാം. നോക്ക്,
ആനോഡും കാഥോഡൊക്കെ വെച്ചുള്ള പരിപാടി ഉണ്ടല്ല, സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്താ, നിങ്ങൾ സോഡിയം സാൾട്ട് അല്ലെങ്കിൽ പൊട്ടാസ്യം സാൾട്ട് എടുക്കുക, CH3COONA. നേരത്തെ എടുത്ത സോഡിയം അസറ്റേറ്റ് തന്നെ ഞാൻ എടുക്കുക, അല്ലെങ്കിൽ പൊട്ടാസ്യം അസറ്റേറ്റ് ആണെങ്കിലും കുഴപ്പമില്ല. അപ്പൊ സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് എടുത്തു, അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു, വാട്ടർ, എന്നിട്ട് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുക, ദാറ്റ് മീൻസ് ഇലക്ട്രോളിസിസ് നടത്തുക. അപ്പോൾ എഫക്റ്റീവ്ലി എന്താ സംഭവിക്കുക എന്ന് പറയും. ഇവിടെ എത്ര CH3 ഉണ്ട്? 2 എണ്ണം എടുത്തതുകൊണ്ട് 2 എണ്ണം ഉണ്ട്. ആ 2 CH3 കമ്പൈൻ ചെയ്യും, അപ്പോൾ CH3 സിംഗിൾ ബോണ്ട് CH3, അഥവാ പ്രോഡക്റ്റ് എന്താ, ഈത്തൈന് കിട്ടി. ഈത്തൈൻ നേരത്തെ നമ്മൾ പറഞ്ഞു ഈ COO എന്ന് പറഞ്ഞാൽ CO2 ആണെന്ന്. അപ്പോൾ അവിടെ 2 CO2 ഇല്ലേ, ആ 2 കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് പുറത്തേക്ക് വരും. ഇവിടെ 2 സോഡിയം ഇല്ലേ, ആ 2 സോഡിയം 2 വാട്ടറിലുള്ള 2 OHുമായി കമ്പൈൻ ചെയ്ത് 2 NaOH ഉണ്ടാവും. 2 H ഹൈഡ്രജൻ H2 ഗ്യാസായി പുറത്തേക്ക് പോകും. ബൈ പ്രൊഡക്റ്റ് ഒന്നും നോട്ട് ചെയ്യണമെന്നില്ല. കോൾബ്സ് റിയാക്ഷൻ നടക്കുന്ന സമയത്ത്, കോൾബ്സ് ഇലക്ട്രോളിസ് നടക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്, എന്താ പറയുക, ഈത്തൈന് ഫോം ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി. എന്ന് പറഞ്ഞാൽ ഇവിടെ ആൽക്കൈൽ ഗ്രൂപ്പ് കമ്പൈൻ ചെയ്ത് ഒരു ഹയർ ആൽക്കൈൻ ഉണ്ടാവും. ഇവിടെയും കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇതുണ്ട് ഈ കാർബോക്സിലേഷൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് പറയാവുന്നതാണ്. ഗോട്ട് ഇറ്റ്. അപ്പോൾ ഈ എന്താ പറയുക, ഈ പോയിന്റ് നോട്ട് ചെയ്യേണ്ടതാണ്, ഈ ഒരു പോയിന്റും നോട്ട് ചെയ്യേണ്ടതാണ്. ഗോട്ട് ഇറ്റ്. ഇനി എന്താണ് ഉള്ളത്? ഇനി HVZ റിയാക്ഷൻ. ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് HVZ റിയാക്ഷൻ. എന്താ HVZ റിയാക്ഷൻ? ഹെൽ വോൾഹാഡ് സെലിൻസ്കി റിയാക്ഷൻ. എന്താടാ? ഹെൽ വോൾഹാഡ് സെലിൻസ്കി റിയാക്ഷൻ. ഞാൻ പറയാം. ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉള്ള ഒരു കാർബോക്സിലിക് ആസിഡ് എടുക്ക്, നോക്ക്. CH3 CH2 COOH. എന്താടാ പേര്? പ്രൊപ്പനോയിക് ആസിഡ് എന്നല്ലേ? പ്രൊപ്പനോയിക് ആസിഡ്. നോക്കൂ നിങ്ങൾ, ഇവിടെ ഇത് ഫങ്ഷൻ ഗ്രൂപ്പ്, ഇത് ആൽഫ കാർബൺ. ആൽഫയുടെ കൂടെ 2 ഹൈഡ്രജൻ ഇല്ലേ? അപ്പൊ ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉള്ള ഒരു കാർബോക്സിലിക് ആസിഡ് എടുക്കേണ്ടത്. ആ കാർബോക്സിലിക് ആസിഡിനെ ഒന്നെങ്കിൽ ക്ലോറിൻ, ഞാൻ ഇവിടെ ക്ലോറിനാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ ബ്രോമിനുമായി ട്രീറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ ക്ലോറിന് അല്ലെങ്കിൽ ബ്രോമിനുമായി ട്രീറ്റ് ചെയ്യുക. എന്തിൻ്റെ പ്രസൻസിൽ? റെഡ് ഫോസ്ഫറസിൻ്റെ പ്രസൻസിൽ. എന്തിൻ്റെ പ്രസൻസിലാടാ? റെഡ് ഫോസ്ഫറസിൻ്റെ പ്രസൻസിൽ. അപ്പം എന്താ സംഭവിക്കുക എന്നറിയോ നിങ്ങൾക്ക്? നിങ്ങളിവിടെ ക്ലോറിനാണ് എടുത്തതെങ്കിൽ ഒരു ക്ലോറിൻ ആൽഫയിലുള്ള ഒരു ഹൈഡ്രജനുമായി കമ്പൈൻ ചെയ്ത് ഒരു HCl പോവും, ഒരു ക്ലോറിൻ ബാക്കിയില്ലേ, അയാൾ ആൽഫയിലേക്ക് വരും. അപ്പം എന്താടാ സംഭവിക്കുക? നോക്ക്, CH3 CHCl COOH. എന്താ പുറത്തു പോയത്? HCl. അപ്പം നിങ്ങളൊന്ന് നോക്കി പറഞ്ഞടാ, ഇത് ആൽഫയല്ലേ? ആൽഫയിൽ ആരുണ്ട്? ക്ലോറിൻ ഉണ്ട്. ആൽഫ ക്ലോറോ കാർബോക്സിലിക് ആസിഡ് ആണ്. ഓക്കെ, ആൽഫ ക്ലോറോ കാർബോക്സിലിക് ആസിഡ് അല്ലെങ്കിൽ ആൽഫ ക്ലോറോ ആസിഡാണ് കിട്ടുക. ഇനി ബ്രോമിന റിയാക്ട് ചെയ്യുന്നതെങ്കിലോ ആൽഫ ബ്രോമോ കാർബോക്സിലിക് ആസിഡ് കിട്ടും. ഇതിൻ്റെ IUPAC നെയിം എന്താ? 2 ക്ലോറോ പ്രൊപ്പനോയിക് ആസിഡ് ആട്ടോ. കോമൺ നെയിമാണ് ആൽഫ ക്ലോറോ കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്നത്. ഈ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് HVZ റിയാക്ഷൻ, ഹെൽ വോൾഹാഡ് സെലിൻസ്കി റിയാക്ഷൻ. അതായത് ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉള്ള ഒരു കാർബോക്സിലിക് ആസിഡിനെ ക്ലോറിനോ ബ്രോമിനോ ആയി നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു. എന്തിൻ്റെ പ്രസൻസിലാ? റെഡ് ഫോസ്ഫറസിന്റെ പ്രസൻസിൽ. അപ്പൊ നമുക്ക് ആൽഫ ക്ലോറോ അല്ലെങ്കിൽ ആൽഫ ബ്രോമോ കാർബോക്സിലിക് ആസിഡ് കിട്ടും. ദിസ് ഈസ് കോൾഡ് ഹെൽ വോൾഹാഡ് സെലിൻസ്കി റിയാക്ഷൻ അഥവാ HVZ റിയാക്ഷൻ. മറന്നു കളയരുതേടാ, HVZ റിയാക്ഷൻ. അടുത്തത് ഇലക്ട്രോഫിലിക്കിൽ ഒന്നും പറയാനില്ല. ആൽഡിഹൈഡിലും കീറ്റോണിലും എന്താ പറഞ്ഞത്? ആൽഡിഹൈഡിലും കീറ്റോണിലും പറഞ്ഞു അവര് മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാ. അത് തന്നെ എവിടെയും പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ആസിഡിൽ നൈട്രേഷൻ നടത്തി കഴിഞ്ഞാൽ മെറ്റാ പൊസിഷനിലേക്കാണ് NO2 വരിക. ബിക്കോസ് ഇയാൾ മെറ്റാ ഡയറക്റ്റിംഗ് ആണ്. എന്ത് ഡയറക്റ്റിംഗ് ആടാ? മെറ്റാ ഡയറക്റ്റിംഗ് ആണ് എന്ന കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ദാറ്റ്സ് ഓൾ. ബ്രോമിനേഷൻ നടത്തിയാൽ മെറ്റാ പൊസിഷനിൽ ബ്രോമിനേഷൻ നടക്കും. ഇനി വേണമെങ്കിൽ ഒരു കാര്യം നോട്ട് ചെയ്യാം. ബ്രോമിനേഷനും നൈട്രേഷനും സൾഫോണേഷനും ഒക്കെ നടത്തുമ്പോൾ മെറ്റയിലേക്ക് അത് വരും. പക്ഷേ ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ ബെൻസോയിക് ആസിഡിൽ നടക്കുന്നില്ല. നോട്ട് ചെയ്ത് വെച്ചോ. കാർബോക്സിലിക് ആസിഡ് ഡു നോട്ട് അണ്ടർഗോ ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻസ്. എന്താ കാരണം?
എന്താ കാരണം? നമ്മുടെ കാർബോക്സിൽ ഗ്രൂപ്പ് ഇല്ലേ, COOH, അത് ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്. ആൻഡ് ദ കാറ്റലിസ്റ്റ് അലുമിനിയം ക്ലോറൈഡ് ബോണ്ടഡ് വിത്ത് ദ കാർബോക്സിൽ ഗ്രൂപ്പ് ടു ഫോം സാൾട്ട്. അതായത് നമ്മുടെ ഈ ആളില്ലടാ, നമ്മളെ ഫോർ എക്സാമ്പിൾ ഫിഡൽക്രാഫ്റ്റ് റിയാക്ഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നടത്തുക? ഇതിനെ CH3Clമായിട്ട് അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡുമായി ട്രീറ്റ് ചെയ്യണം. അങ്ങനെയല്ലേ ചെയ്യുക. പക്ഷെ പ്രശ്നം എന്താ? ഇയാൾ ഹൈലി ഡീആക്ടിവേറ്റ് ആണെന്ന് മാത്രമല്ല, ഇയാളുമായി റിയാക്ട് ചെയ്യൂല. അങ്ങനെയല്ലേ നോർമലി നടക്കേണ്ടത്. പകരം ഇയാൾ ഈ കാറ്റലിസ്റ്റുമായിട്ട് അങ്ങ് റിയാക്ട് ചെയ്തിട്ട് അവിടെ സാൾട്ടിൻ്റെ ഫോർമേഷൻ നടക്കും. എന്താ ആൽക്കൈലേഷൻ എന്ന് പറഞ്ഞാൽ? ഈ ആൽക്കൈൽ ഗ്രൂപ്പ് മെറ്റൈൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ടേ? അപ്പോൾ ഇയാളുമായിട്ട് റിയാക്ട് ചെയ്താലല്ലേ അത് നടക്കുകയുള്ളൂ. അതിന് പകരം ഈ ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പായിട്ടുള്ള ആസിഡ് ഗ്രൂപ്പ് നമ്മുടെ അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് എന്ന് പറയുന്ന കാറ്റലിസ്റ്റുമായി റിയാക്ട് ചെയ്തിട്ട് അവിടെ സാൾട്ടിൻ്റെ ഫോർമേഷൻ നടക്കും. അതുകൊണ്ടാണ് ഫിഡൽക്രാഫ്റ്റ് റിയാക്ഷൻ ഇവിടെ നടക്കാത്തത് എന്ന കാര്യം മക്കളൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഗോട്ട് ഇറ്റ്? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണടാ ആൽഡിഹൈഡ് കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. നമ്മൾ ഇതുവരെ പഠിച്ച അമൈൻസ് ആവട്ടെ, ഹാലോ ആൽക്കെയിൻ ആവട്ടെ, ആൽക്കഹോൾ ആവട്ടെ, കമ്പാരിറ്റീവ്ലി വലിയ ചാപ്റ്റർ തന്നെയാണ് ആൽഡിഹൈഡ്. ഒരു സംശയവും ഇല്ല. കുറച്ച് ലെങ്ത് കൂടുതലുണ്ട്, കുറച്ച് കൂടുതൽ റിയാക്ഷൻസ് ഉണ്ട്, പക്ഷേ പഠിച്ചേ പറ്റൂ. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യനും ഈ ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ് വരിക. ഒരുപാട് നെയ്മഡ് റിയാക്ഷൻസ് ഉണ്ടല്ലോ ഈ ചാപ്റ്ററിൽ. നമ്മുടെ എന്താണ് ക്ലമൻസൻസ് റിഡക്ഷൻ, വോൾഫ് ക്രിസ്റ്റൽ റിഡക്ഷൻ, അൽഡോൾ കണ്ടൻസേഷൻ, ഹാലോഫോം റിയാക്ഷൻ, അതേപോലെ തന്നെ കാനിസാറോ റിയാക്ഷൻ വരുന്നുണ്ട് അല്ലേ? അതേപോലെ തന്നെ HVZ റിയാക്ഷൻ വരുന്നുണ്ട്. അതേപോലെ ടൊളൻസ് റിയേജൻറ്റും ഫെല്ലിംഗ് സൊല്യൂഷനും ബെനഡിക്സ് റിയേജൻറ്റും ഉപയോഗിച്ചുള്ള ടെസ്റ്റ് ഉണ്ട്. റോസൻമൺസ് റിഡക്ഷൻ ഉണ്ട്, സ്റ്റീഫൻസ് റിഡക്ഷൻ ഉണ്ട്, ഇറ്റാഡ് റിയാക്ഷൻ ഉണ്ട്, ഗാറ്റർമാൻ കോച്ച് റിയാക്ഷൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് റിയാക്ഷൻസ് ഇവിടെ വരുന്നുണ്ട്. അതൊക്കെ മക്കൾ നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. എല്ലാം പഠിക്കുക. കുറച്ച് സമയം അധികം എടുക്കും എന്നുള്ള ഒരു പ്രശ്നം മാത്രമല്ലാതെ വേറൊന്നും കൂടെ ഇല്ല. അപ്പം അതിന് നിങ്ങൾ ക്ഷമയോടെ കൃത്യമായിട്ട് ടൈം എടുത്ത് കേട്ട് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എഴുതിയെടുത്ത് അത് തന്നെ ഇനി എക്സാമിലേക്ക് എത്ര ദിവസം ഉണ്ടോ എല്ലാ ദിവസവും നിങ്ങൾ പഠിച്ച റിയാക്ഷൻസ് ഒന്ന് വീണ്ടും എഴുതി വീണ്ടും ഒന്ന് വായിച്ച് റിവൈസ് ചെയ്താൽ നമുക്ക് പബ്ലിക് എക്സാം അടിപൊളിയാക്കി മാറ്റാൻ പറ്റും. ഒരു സംശയവും ഇല്ല. മക്കളെ നന്നായിട്ട് പഠിക്കുക. എന്ത് ഹെൽപ്പ് ഉണ്ടെങ്കിലും ചോദിക്കാം. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ എഴുതുക. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. ബൈ.